പേരിന്റെ അർത്ഥം തന്നെ ഹംദ് ചെയ്യപ്പെടുന്നവനെന്നാണ്, പ്രശംസിക്കപ്പെടുന്നവനെന്നാണ്, സ്തുതിക്കപ്പെടുന്നവനെന്നാണ്, പ്രകീർത്തിക്കപ്പെടുന്നവനെന്നാണ്. അതുകൊണ്ട് അവരെന്നെ എത്ര ആക്ഷേപിച്ചാലെന്ത്, ഞാൻ മുദമ്മമല്ല, ഞാൻ ആരോപണ വിധേയനാകുന്നവനല്ല, ഞാൻ മുഹമ്മദാണ്, ഞാൻ മുദമ്മമല്ല, ഞാൻ മുഹമ്മദാണ്. ആ വാക്കുകളുടെ പ്രകാശമാണ് ഈ സദസ്സിൽ, ആ വാക്കുകളുടെ തിളക്കമാണ് മദീനയിലേക്കുള്ള പാതയിൽ, ആ വാക്കുകളുടെ അലങ്കാരമാണ് ഈ പാത, ആ വാക്കുകളുടെ വെളിച്ചമാണ് ഈ തിരുസഭ. ഞാൻ ഒരിക്കലും മുദമ്മമല്ല, ഞാൻ മുദമ്മമാവുകയില്ല. ആരെന്നെ ആക്ഷേപിച്ചാലും ഞാനെന്നും മുഹമ്മദാണ്, മുഹമ്മദാണ്, മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കഅബയെ ബദറുദ്ദുജാ തും പേ കർ ദറൂദ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമയുടെ പുണ്യമാക്കപ്പെട്ട റൗദാ ശരീഫിലേക്ക് സലാത്തിനെ നിയോഗിക്കുന്ന സന്ദർഭം, ആ സലാത്ത് സ്വീകരിക്കപ്പെടുന്ന ഉപഹാരമാണ്. മടക്കം ഒരിക്കലും റദ്ദാക്കപ്പെടാത്ത ഉപഹാരമാണ്. എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ ദുനിയാവിൽ വെച്ച് അതിന് തിരിച്ചു കിട്ടുമെന്ന് അല്ലാഹു ഒരു തസ്ബീഹിന്റെ കാര്യത്തിലും ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ലെന്ന് അബ്ദുസ്സമദ് ആണയിട്ടുറപ്പിച്ചു പറയുകയാണ്. സുബ്ഹാനല്ലാഹി തംലഉൽ മീസാൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ, സുബ്ഹാനല്ലാഹ് തുലാസിനെ നിറക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. തുലാസ് ദുനിയാവിലല്ല ആഖിറത്തിലാണെന്നറിയാത്ത ആരും ഈ സദസ്സിൽ ജീവിച്ചിരിപ്പുണ്ടാവുകയില്ല. തുലാസിൽ തൂങ്ങേണ്ടത് നാളെ പരലോകത്താണ്. അവിടെ സുബ്ഹാനല്ലാഹ്ക്ക് കനം തൂങ്ങും, അവിടെ അൽഹംദുലില്ലക്ക് ഘനമുണ്ട്. എന്നാൽ ഇവിടെ വെച്ച് ചെയ്തതിന് അവിടെ വെച്ച് തന്നെ പ്രതിഫലം ലഭിക്കുമെങ്കിൽ എന്ന് ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ അത് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, അത് ഈ പ്രവാചക തിരുമേനിയുടെ മേലുള്ള സലാത്താണ്, സലാത്ത് മാത്രമാണ്. എന്റെ മേലാരെങ്കിലും ഒരു വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ നാളെ അള്ളാഹു 10 വട്ടം സ്വലാത്ത് ചൊല്ലും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന്റെ മേലുടൻ തന്നെ 10 വട്ടം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ആഖിറത്തിലേക്ക് നീട്ടിവെക്കുന്ന പരിപാടിയല്ല, ഇത് പരലോകത്തേക്ക് മാറ്റിവെക്കുന്ന പരിപാടിയല്ല. ലോക തമ്പുരാനെ വാഴ്ത്തുന്ന ഏത് പ്രവർത്തിക്കും പ്രതിഫലം നാളെ പരലോകത്ത്. ഇത് തമ്പുരാന്റെ സ്നേഹഭാജനത്തിന്റെ കാര്യമാണ്. ഇത് കുല്ലുഹും യത്ലബൂന റിളാഇ, അവരൊക്കെ എന്റെ തൃപ്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ വഅനാ തുൽബു റിളാക യാ മുഹമ്മദ്, ഞാനാകട്ടെ മുഹമ്മദേ നിന്റെ തൃപ്തി ആഗ്രഹിച്ചു പോകുന്നുവെന്ന് ലോക തമ്പുരാനായ റബ്ബുൽ ആലമീനായ തമ്പുരാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പേരിൽ ചെല്ലുന്ന സലാത്ത് നാളേക്ക് മാറ്റിവെക്കുന്നില്ല, അതിന് അവധി പറയുന്നില്ല, അതിന് മഹ്ശറയില്ല, അതിന് തുലാസ് തൂങ്ങുന്നില്ല, അതിന് ആദികൾ പരിഹരിക്കാൻ സലാത്ത്, രോഗങ്ങൾക്ക് സിദ്ധൌഷധം സലാത്ത്, പരിഹാരമാർഗം സലാത്ത്, ആലംബം സലാത്ത്, ആനന്ദം സലാത്ത്, അഭയം സലാത്ത്. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. കഅബയെ ബദറുദ്ദുജാ, കഅബയുടെ പൂർണ്ണ ചന്ദ്രനെ തും പേ കർ ദറൂദ്, നിങ്ങളുടെ മേൽ ഞങ്ങളൊന്ന് സ്വലാത്ത് ചൊല്ലിക്കോട്ടെ. തൈബാക്കെ ശംസുല്ലുഹ, മദീനയുടെ പൂർണ്ണ സൂര്യനെ തും പേ കർ ദറൂദ്, നിങ്ങളുടെ മേൽ ഞങ്ങളൊന്ന് സ്വലാത്ത് ചൊല്ലിക്കോട്ടെ. ജാനദിൽ അസ്ഫിയ തും പേ കർ ദറൂദ്, ഹൃദയത്തിന്റെ ജീവന്റെ നായകനെ ഞങ്ങളൊന്ന് സ്വലാത്ത് ചൊല്ലിക്കൊള്ളട്ടെയോ. ആബവകുൽ അംബിയ തും പേ കർ ദറൂദ്, അംബിയാക്കളുടെ പുഷ്പമേ ഞങ്ങളൊന്ന് സ്വലാത്ത് ചൊല്ലിക്കൊള്ളട്ടെയോ. തുംസെ ജഹാൻ കീ സബാത്ത്, തുംസെ ജഹാൻ കീ സബാത്ത്, നിങ്ങളെ കൊണ്ട് ലോകത്തിന്റെ സ്ഥിരത. തുംസെ ജഹാൻ കീ ഹയാത്ത്, നിങ്ങളെ കൊണ്ട് ലോകത്തിന്റെ ജീവിതം. അതുകൊണ്ട് ഞങ്ങളൊന്ന് സ്വലാത്ത് ചൊല്ലിക്കൊള്ളട്ടെയോ. അസ്ൽ സേ ഹസിൽ ബന്ദ തും പേ കർ ദറൂദ്, ഞങ്ങൾ അങ്ങയുടെ മേൽ അടിസ്ഥാനത്തിൽ നിന്ന് ഉത്ഭവം കൊള്ളുന്ന സ്വലാത്ത് കൊണ്ട്, സ്നേഹത്തിന്റെ കാരുണ്യമാല കൊണ്ട് ഞങ്ങൾ അങ്ങയെ അലങ്കരിച്ചു കൊള്ളട്ടെയോ. റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹബിഹി വസല്ലം. അതുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇപ്പൊ കാണണം സലാത്തിന്റെ ആവേശം. സല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാ സന്ദേശം നൽകിക്കൊണ്ട് വിശ്വപണ്ഡിതനായ മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി സാഹിബിന്റെ വാക്കുകൾ എളിയവൻ ഓർക്കുന്നു. റസൂലുള്ളാഹിനെ കൂടുതൽ മദ്ഹ് ചെയ്യാനും അവിടുത്തെ കൂടുതൽ പിൻപറ്റാനും അവിടുത്തോടുള്ള സ്നേഹം വർദ്ധിക്കാനും ഈ പരിപാടി ഒരു അലങ്കാരമായി ഭവിക്കട്ടെ എന്ന് UAE ഗവൺമെന്റിന്റെ അവാർഡ് സ്വീകരിക്കാൻ ലോകത്തൊരു പക്ഷേ ഇന്നോളം ഉണ്ടായതിൽ ഏറ്റവും വലിയ അവാർഡ് 1,22,00,000 അവാർഡ് ഏറ്റെടുക്കാൻ ഗവൺമെന്റിന്റെ പ്രത്യേക വിമാനത്തിൽ പുറപ്പെടുന്നതിന് മുമ്പ് കോഴിക്കോട്ടെ കടപ്പുറത്ത് മദീനയിലേക്കുള്ള പാതക്കൊരു സന്ദേശം കുറിച്ചു വെച്ച ഹസ്രത്ത് മൗലാന എഴുതി ഈ സദസ്സ് വഴി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ സ്നേഹിക്കാൻ അവിടുത്തെ കൂടുതൽ മദ്ഹ് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അകലെ നിന്ന് അവർ ദുആ ചെയ്തു. അല്ലാഹു ഈ ചടങ്ങിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളും അവരോടൊപ്പം ദുആ ചെയ്യുകയാണ്. ഇന്ന് ലോകത്ത് പണ്ഡിതന്മാർക്കൊരു നേതാവുണ്ടെങ്കിൽ ഈ എളിയവൻ അടിയുറച്ച് വിശ്വസിക്കുന്നു അതാ വലിയ മനുഷ്യനാണ്. ആ വലിയ മനുഷ്യന്റെ ദുആ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ്സിന്റെ ഓരോരുത്തരുടെയും ദുആ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഈ ചടങ്ങിനെ കബൂൽ ചെയ്യട്ടെ എന്ന് അഹ്ലുബൈത്തിന്റെ പുത്രനും ഹസനി കുടുംബത്തിലെ ഫാത്തിമ ബീവിയുടെ പൗത്രനുമായ മൗലാന സയ്യിദ് അലി മിയാൻ സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി ഫാത്തിമയുടെ രക്തത്തിന്റെ ഉടമയായ പുത്രൻ. ആ പ്രാർത്ഥന അഹ്ലുബൈത്തിന്റെ നേതൃത്വമാണ് ഇന്നും ഈ അധ്യക്ഷ പദത്തിൽ ഇവിടെ അലങ്കരിക്കപ്പെട്ടത്. ഇന്നലെയും അധ്യക്ഷ പദം, ഇന്നലെയും ഉദ്ഘാടന പദം. അതാണ് പിടുത്തം, അതാണ് ബലിഷ്ഠമായ പിടുത്തം. ആ ദുആക്ക് മറുപടിയുണ്ടെന്ന് ആർക്കെങ്കിലും ശങ്കയുണ്ടെങ്കിൽ ഈ എളിയവൻ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ തവണ ഈ കടപ്പുറത്ത് സ്റ്റേജിന്റെ മുമ്പിൽ നിൽക്കുമ്പോ രണ്ടാമത് ഈ റമദാനിൽ ഇവിടെ നിൽക്കുമെന്ന് ഈ എളിയവൻ സങ്കല്പിച്ചിട്ടേയില്ല. ഉറപ്പിച്ചാണ് പറഞ്ഞത് അടുത്ത കൊല്ലം ഈ പരിപാടിയില്ലെന്ന് ഉറപ്പിച്ച് തന്നെ പറഞ്ഞത്. ഈ പരിപാടിക്ക് വരുന്ന സഹോദരങ്ങളുടെ ബുദ്ധിമുട്ട്, ഇതിൻ്റെതായ ഒരുപാട് പ്രയാസങ്ങൾ എല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് ജനബാഹുല്യം കൊണ്ട് ജനത്തിരക്കുകൊണ്ട് റമദാനിലെങ്കിലും ഈ പരിപാടി മാറ്റിവെച്ച് മറ്റൊരവസരത്തിൽ മദ്ഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാമെന്ന് ആഗ്രഹിച്ചു പോയി. പക്ഷേ ഞാൻ ഓർക്കുന്നു ദുആക്ക് മറുപടിയുണ്ട്. ആരും ശങ്കിക്കേണ്ട, ഇത്ര വലിയ കൂട്ടത്തിന്റെ ദുആക്ക് മറുപടിയുണ്ട്. രണ്ടാമത്തെ ദിവസം നിർത്തി എന്ന് അനൗൺസ്മെന്റ് ചെയ്തു. മൂന്നാമത്തെ ദിവസം സ്വാഗത പ്രസംഗത്തിൽ എന്റെ സുഹൃത്ത് ഉമർ പാണ്ഡികശാല ഇത് നിർത്താനുള്ള പരിപാടിയല്ലെന്ന് പറഞ്ഞപ്പോ എന്റെ സഹോദരങ്ങൾ കൂട്ടായി തക്ബീർ മുഴക്കി, കൂട്ടായി ഇത് നടത്താൻ ആമീൻ ചൊല്ലി. അതൊന്നും അറിയാതെ മൂന്നാമത്തെ ദിവസം പ്രാർത്ഥനയ്ക്ക് വന്ന നമ്മുടെ മഹാനായ നായകൻ, നമ്മുടെ അഭിമാനഭാജനം, നമ്മുടെ കൊടിവാഹകൻ, നമ്മുടെ ഇഷ്ടഭാജനം, നമ്മുടെ സ്നേഹത്തിന്റെ പൊൻതാരമായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരിപ്പോൾ പരിശുദ്ധ പ്രവാചകന്റെ നഗരിയിലാണ്. ഉംറ ചെയ്യാൻ മദീനത്ത് പോയതാണ്, പോകുന്ന മക്കത്ത് പോയതാണ്. അത് കഴിഞ്ഞിട്ടിപ്പോ മദീനത്താണ്. അപ്പോഴും പരിപാടിക്ക് ആ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു തങ്ങൾ ഇത്തവണ വന്ന് ദുആ ചെയ്യില്ലേ? ഞാൻ ഇവിടെ നിന്ന് ദുആ ചെയ്യുന്നതിനേക്കാളും ഞാൻ അവിടെ വെച്ച് ഈ സദസ്സിനോടും ഇവിടെ കൂടിയവർക്കും ദുആ ചെയ്യും. ഞാൻ ഈ ചടങ്ങ് മറക്കുകയില്ലെന്ന് തങ്ങൾ അവർകൾ പറഞ്ഞു. മൂന്നാമത്തെ ദിവസം തങ്ങൾ പറഞ്ഞു, നിർത്തിയത് അറിഞ്ഞിട്ടോ അറിയാതെയോ എന്നെനിക്കറിഞ്ഞുകൂടാ, ഈ പരിപാടി ഇതിനേക്കാൾ കേമമായിട്ട് അടുത്ത കൊല്ലം നടത്താൻ ഇന്നയാൾക്ക് ഈ എളിയവന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സ്നേഹമസൃണമായ ഭാഷയിൽ പാതിരാത്രി റമദാന്റെ രാത്രി മഹാനായ സയ്യിദ് ശിഹാബ് തങ്ങൾ ദുആ ചെയ്തു. ലക്ഷങ്ങളാണ് ആമീൻ ചൊല്ലിയത്. അതിനുശേഷം കഴിഞ്ഞ ഒരു കൊല്ലം ഈ വിനീതിന് സ്വസ്ഥതയുണ്ടായിട്ടില്ല. അല്ലാഹു കബൂലാക്കിയെന്ന് ഈ സദസ്സ് വീണ്ടും വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ദുആക്ക് ഇജാബത്തുണ്ട്, ദുആക്ക് ഇജാബത്തുണ്ട്, ദുആക്ക് മറുപടിയുണ്ട്. അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മൾ എന്തൊക്കെ ഉദ്ദേശങ്ങളുമായി വന്നുവോ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ദുആക്ക് മറുപടി ഉണ്ടെങ്കിൽ ഈ സദസ്സിൽ മറുപടിയുണ്ട്. ഇവിടെ വെച്ച് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ദുആ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നലെ മഹാനായ സയ്യിദ് ഉമർ തങ്ങൾ ഉദ്ഘാടന സമ്മേളനത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹു അവരുടെയൊക്കെ ദുആയുടെ ഈ സദസ്സിലെ എല്ലാ ദുആകളെയും അല്ലാഹു നമുക്ക് വേണ്ടി നമ്മുടെ ഉദ്ദേശങ്ങളെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. എത്രയെത്ര എഴുത്തുകൾ, എത്രയെത്ര വസിയ്യത്തുകൾ, എത്രയെത്ര അപേക്ഷകൾ ഇന്നും ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഓരോ വഴിയിൽ നിൽക്കുമ്പോഴും എത്രയെത്ര അപേക്ഷകൾ. ഓർക്കണേ, ഓർക്കണേ, ദുആയിൽ ഓർക്കണേ. എത്രയെത്ര കത്തുകൾ കഴിഞ്ഞ 1-2 മാസമായിട്ട് പ്രാർത്ഥനക്കുള്ള അപേക്ഷകളുമായിട്ട് തപാല് പ്രവഹിച്ചപ്പോ ഈ വിനീതനോർത്തു, സമുദായം ഈ സ്വലാത്തിന്റെ മജ്ലിസിന്, മദ്ഹിന്റെ മജ്ലിസിന്, മുഹമ്മദ് മുസ്തഫാന്റെ മജ്ലിസിന്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിന് നൽകിയ പ്രാധാന്യം
പ്രാധാന്യം. അതിന്റെ പേരിൽ മാത്രം ചോദിക്കുകയാണ് റബ്ബേ. ചോദിക്കാൻ ഇവൻ അവകാശപ്പെട്ടവനല്ല, നമ്മളൊന്നും അവകാശപ്പെട്ടവരല്ല. പക്ഷേ ലൈലത്തുൽ ഖദറാകാൻ സാധ്യതയുള്ളതിലേക്ക് അടുത്തരാവേ, പരിശുദ്ധ റമദാന്റെ ഒടുക്കത്തരാവേ, പരിശുദ്ധ റസൂലിന്റെ മദ്ഹ് ചെയ്യുന്ന രാവേ, അവിടുത്തെ സ്വലാത്ത് കൊണ്ട് അലങ്കരിക്കപ്പെട്ട രാവേ. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് തമ്പുരാനെ, ഉദ്ദേശങ്ങളെ വിജയിപ്പിക്കണമേ തമ്പുരാനെ, പ്രശ്നങ്ങൾ പരിഹരിക്കണമേ തമ്പുരാനെ, ആദികളെ അകറ്റിത്തരയണമേ തമ്പുരാനെ, രോഗങ്ങൾ ശിഫയാക്കണമേ തമ്പുരാനെ, ദോഷങ്ങൾ വിട്ടുപുറത്ത് ഇന്നത്തെ ദിവസത്തെ ഈ സ്വലാത്തിന്റെ രാത്രിയുടെ ബർക്കത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാഫാക്കി തരയണമേ തമ്പുരാനെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹബ്ബത്തിലും മദ്ഹിലും ഞങ്ങളെ ചേർത്തി തരയണമേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറ ഹസനതൻ വഖിനാ അദാബന്നാർ. പിന്നെ മറക്കാൻ പാടില്ലാത്തത് മാതാപിതാക്കളാണ്. അവരെ മറക്കരുത്. ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരും മക്കൾ ചെയ്യുന്ന സുഹൃതങ്ങളിൽ അവർക്കൊരു പങ്കുണ്ട്. നിങ്ങൾക്കെല്ലാവരുടെയും ഇവിടെയുള്ള എല്ലാവരുടെയും സുഹൃതങ്ങളിൽ പങ്കുണ്ട്. ഇവനേതായാലും മറക്കാൻ കഴിയാത്ത കടപ്പാടുണ്ട്. ഇവന്റെ കടപ്പാട് വാക്കുകളെ കൊണ്ട് പറഞ്ഞു തീരാത്തതാണ്. ഇവൻ പറയുന്ന ഓരോ വാക്കിനും ഒരു ഉടമസ്ഥൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗുരുനാഥനായിരുന്ന പിതാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്ക് ഈ സ്വലാത്തിനെ അവരുടെ ഖബറിലേക്ക് എത്തിച്ചു നൽകുമാറാകട്ടെ. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അല്ലാഹു അവരെ അനുഗ്രഹിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ദോഷങ്ങളും അവരുടെ ദോഷങ്ങളും വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ ഒടുക്കത്തെ പത്തിലെ ഈ പുണ്യരാവിൽ അല്ലാഹുവേ, നരകത്തിൽ നിന്ന് എഴുത്തൊക്കെ ചൊല്ലിയവരിൽ ഞങ്ങളുടെ മാതാപിതാക്കളെയും ഇഷ്ടജനങ്ങളെയും ബന്ധുജനങ്ങളെയും ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. എല്ലാവരും അവരുടെ മാതാപിതാക്കളെ ഒരു സെക്കൻഡ് നേരം ഓർത്തുകൊണ്ട് നിയ്യത്ത് വെക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബൂനാ സിഗാറാ, റബ്ബിർഹംഹുമാ കമാ റബ്ബൂനാ സിഗാറാ, റബ്ബിർഹംഹുമാ കമാ റബ്ബൂനാ സിഗാറാ, റബ്ബനാ ഔസിഅനാ അൻ നശ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈനാ. വല്ലാത്തൊരു ദുആയാണ് ഈ ദുആ. ഇത് അംബിയാ മുർസലീങ്ങൾ പ്രാർത്ഥിച്ചുവെന്ന് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. റബ്ബി ഔസിഅനി അൻ നശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. അല്ലാഹുവേ, എന്നോടും എൻ്റെ മാതാപിതാക്കളോടും നീ കാട്ടിയ ഔദാര്യത്തിന് നന്ദി കാണിക്കാനുള്ള പ്രാപ്തി എനിക്ക് നീ തരയണമേ തമ്പുരാനെ. വഅന്നഅമല സാലിഹൻ ഖുർആനിൽ ഏകവചനമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാനും ഏകവചനം ഉദ്ധരിക്കുന്നത്. എൻ്റെ എന്നാണ് ഖുർആനിൽ, ഞങ്ങളുടെ എന്നല്ല. വഅന്നഅമല സാലിഹൻ, സാലിഹായ കർമ്മങ്ങൾ ചെയ്യാനും എനിക്ക് തൗഫീക്ക് ചെയ്യണമേ തമ്പുരാനെ. വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സാലിഹീൻ, നിന്റെ റഹ്മത്ത് കൊണ്ട് സാലിഹീങ്ങളായ നിന്റെ ഇബാദിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. നമുക്ക് ഈ ദുആ കൊണ്ട്, ഈ ഖുർആന്റെ ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി തേടാം. റബ്ബനാ ഔസിഅനാ അൻ നശ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈനാ വഅലാ വാലിദീനാ വഅൻ നഅമല സാലിഹൻ തർളാ വഅദ്ഖിൽനാ ബിറഹ്മതിക ഫീ ഇബാദിക സാലിഹീൻ ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ മദ്ഹ് കൊണ്ട് കോർക്കപ്പെട്ട ബൂസീരി ഇമാമിന്റെ ബുർദ എവിടെ? നമ്മുടെ ബുർദയുടെ പടിപ്പുരക്കൽ പോലും എത്തിയില്ല. നമ്മുടെ പ്രഭാഷണമാകട്ടെ സമയം കുറെ കവന്നുപോയി. മദ്ഹ് പറയാൻ പുറപ്പെട്ടാൽ അന്ത്യമില്ല. ഈ ലോകത്ത് അവസാനിക്കാത്ത ഒരു വിഷയമുണ്ടെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഞാൻ മറ്റുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് ഇമാം ഷറഫുദ്ദീൻ മുഹമ്മദ് സഈദ് ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബുർദ ഷരീഫിന്റെ ചില വരികളിലേക്ക് കടന്നു പോവുകയാണ്. ബുർദ ഷരീഫ് അറബ് സാഹിത്യത്തിലെ മാത്രമല്ല വിശ്വസാഹിത്യത്തിലെ തന്നെ രത്നമാല്യമാണ്. പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിച്ചതിന്റെ പേരിലാണ് ബുർദ ഷരീഫിന് ഇത്ര വലിയ ഒരു മഹാത്മ്യം ലഭിച്ചിട്ടുള്ളത്. ആ ബുർദ ഷരീഫിന്റെ മഹാത്മ്യം ഏറ്റവും വിലപ്പെട്ട മഹാത്മ്യമായിട്ട് ചരിത്രത്തിലും സാഹിത്യത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. പരിശുദ്ധ പ്രവാചകനെ പുകഴ്ത്തിയ ബുർദ ഷരീഫ് ഒരുപക്ഷെ പരിശുദ്ധ ഖുർആന് ശേഷം ലോകത്ത് ഏറ്റവും അധികം വ്യാഖ്യാനം രചിക്കപ്പെട്ട പുസ്തകമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ എളിയവൻ ഈ പ്രസംഗത്തിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ ബുർദയ്ക്ക് എത്ര വ്യാഖ്യാനങ്ങൾ ഉണ്ടായി എന്ന് പരിശോധിക്കാൻ മെനക്കെട്ട് നോക്കുകയുണ്ടായി. അത്ഭുതം തോന്നി. അത് വായിച്ചപ്പോൾ അത്ഭുതം തോന്നി. നൂറുകണക്കിന് വ്യാഖ്യാനങ്ങളുടെ പേരുകൾ, നൂറുകണക്കിന്.
അറബിയിൽ മാത്രമല്ല, ഇംഗ്ലീഷിൽ, ഫ്രഞ്ചിൽ, ജർമ്മനിൽ. അതെനിക്ക് പോലും അത്ഭുതകരമായ, ഇതിനു വേണ്ടി ഒരുങ്ങിയ ഈ വിനീതന് പോലും അത്ഭുതകരമായ ഒരു വൃത്താന്തമായിരുന്നു. ഒരു പുസ്തകം, ഒരു രത്നമാല്യം, ഒരു സാഹിത്യം ഇത്രയേറെ പ്രശംസിക്കപ്പെടാൻ എന്തുണ്ടായി, ഇത്രയേറെ വ്യാഖ്യാനിക്കപ്പെടാൻ എന്തുണ്ടായി? കാരണം ഈ പേജുകളിൽ വ്യാഖ്യാനിക്കപ്പെട്ടതും ഈ പേജുകളിൽ വിശദീകരിക്കപ്പെട്ടതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലമയുടെ തിരുചര്യയാണ്, അവിടുത്തെ തിരുമാതൃകയാണ്. ആ മാതൃകയെ അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നും. ശ്രീ വീരേന്ദ്രകുമാർ അവർക്ക് ഇപ്പോഴും ഈ സദസ്സിൽ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നും. എല്ലാ തിരക്കിന്റെ ഇടയിൽ ഈ ബുസീരി ഇമാമിന്റെ ബുർദ ഷരീഫ് അത് ലോകത്ത് ഏറ്റവും വലിയ സാഹിത്യമാല്യമായിട്ട് കൊണ്ടാടപ്പെടാനുണ്ടായ കാരണം ഒരുപക്ഷെ ആ പുസ്തകത്തിലടങ്ങിയിട്ടുള്ള വിഷയത്തിന്റെ മഹാത്മ്യമാണ്. ആ പുസ്തകത്തിന്റെ മഹാത്മ്യം എത്ര ഉത്കൃഷ്ടമെന്ന് വെച്ചാൽ ആ പുസ്തകം ഒട്ടേറെ വ്യാഖ്യാനങ്ങൾക്ക് വിഷയമായി. ആ പുസ്തകം ഒട്ടേറെ വ്യാഖ്യാനങ്ങൾക്ക് വിഷയമായി. ധാരാളം ആളുകൾ അതിന്റെ വ്യാഖ്യാനം രചിച്ചു. യൂറോപ്യൻ ഭാഷകളിൽ മാത്രം നൂറുകണക്കിന് വ്യാഖ്യാനങ്ങൾ ബുർദക്ക് രചിക്കപ്പെട്ടിട്ടുണ്ട്. ബുർദക്ക് അതിനേക്കാൾ വലിയൊരു വിശേഷണം വേറെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകത്തെങ്കിലും ഏറ്റവും കൂടുതൽ വ്യാഖ്യാനങ്ങൾ രചിക്കപ്പെട്ട കൃതി ബുർദയാണ്. പലരും മനസ്സിലാക്കിയിട്ടില്ല അത്. സഹീഹ് ബുഖാരിക്ക് പോലും അത്രയേറെ വ്യാഖ്യാനങ്ങളില്ല. ബുർദയാണ് ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും അധികം വ്യാഖ്യാനങ്ങൾ, ഇന്റർപ്രിട്ടേഷൻസ്, കമന്ററീസ് രചിക്കപ്പെട്ട പുസ്തകം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യൂറോപ്പിലേക്ക് ബുർദ കൊണ്ടുപോവുകയും ബുർദക്ക് പരിഭാഷകൾ ഉണ്ടാവുകയും ചെയ്തു. 1761 ലൈഡനിൽ കാർമൻ മിസ്റ്റിസിസം ബുർദ ഡിക്റ്റം എന്നായിരുന്നു അതിന്റെ പേര്. യൂറോപ്യൻ ഭാഷകളിൽ വരെ ഇമാം സഈദ് ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബുർദ കൊണ്ടാടപ്പെട്ടു. പാശ്ചാത്യ പണ്ഡിതനായിട്ടുള്ള റൈനൽഡ് നിക്കൾസൺ ബുർദയെ കുറിച്ച് പറയുന്ന വാക്കുകൾ അതിന്റെ ഉപക്രമമായിട്ട് ഈ വിനീതൻ ഇവിടെ ഉദ്ധരിക്കുകയാണ്. The book may be read with pleasure on account of its smooth and elegant style. അതിമൃദുലവും അതിമനോഹരവും അതിഗംഭീരവുമായിട്ടുള്ള ശൈലീ വിശേഷം കാരണമായി ഈ പുസ്തകം ആനന്ദത്തോടുകൂടി വായിക്കപ്പെടും എന്നാണ് ആർ.എ. നിക്കൾസൺ ഈ പുസ്തകത്തിന്റെ മറ്റൊരു ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് എഴുതിയ മുഖവുരയിൽ പറയുന്നത്. ഈ പുസ്തകത്തിന് വ്യാഖ്യാനം എഴുതിയത് കവികളും ചിന്തകന്മാരുമാണെന്നത് ബുർദ മഹാകാവ്യത്തിന്റെ മഹാത്മ്യം വർദ്ധിപ്പിക്കുന്നു. ഒരു വ്യാഖ്യാനം എഴുതിയ ആൾ മൗലാന അബ്ദുറഹ്മാൻ ജാമിയാണ്. അദ്ദേഹം മഹാനായ പേർഷ്യൻ കവിയാണ്. അദ്ദേഹം വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ കവിതയാ സാഹിബൽ ജമാൽ വയാ സയ്യിദൽ ബശർ മിൻ വജ്ഹികൽ മുനീർ ലഖദ് നവറൽ ഖമർ. പലപ്പോഴും ഈ എളിയവൻ പ്രസംഗങ്ങളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു കവിതയാണത്. അത് എഴുതിയ മൗലാന ജാമിയാണ്. ബുർദയ്ക്ക് വ്യാഖ്യാനം എഴുതിയ ഒരു മഹാപണ്ഡിതൻ. ബുർദ പണ്ഡിതനാൽ രചിക്കപ്പെടുകയും പണ്ഡിതന്മാരാൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു. നമുക്ക് അല്പസമയം ബുർദയുടെ വിശേഷങ്ങൾ കുറഞ്ഞ വാക്കുകളിലൂടെ പരാമർശിക്കാം. ബുർദയുടെ മുഴുവൻ പേര് അൽ കവാകിബു ദുർരിയ ഫീ മദ്ഹി ഖൈറിൽ ബരിയ എന്നാണ്. സൃഷ്ടികളിൽ അത്യുത്തമരായവരുടെ പ്രശംസയിൽ എഴുതപ്പെട്ട അൽ കവാകിബു ദുർരിയ എന്ന ഗ്രന്ഥം ഇമാം ഷറഫുദ്ദീൻ മുഹമ്മദ് ബിൻ സഈദ് ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മറ്റൊരു കവിതയും അറബിയിൽ ബുർദ എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുണ്ട്. ബുർദെ ബാനത്ത് സുആദ്, ബുർദത്ത് ബാനത്ത് സുആദ്, കഅബ് ബിൻ സുഹൈറിന്റെ ബുർദാകാവ്യം. ആ ബുർദാകാവ്യം, ബാനത്ത് സുആദ് എന്ന ബുർദാകാവ്യത്തിൽ നിന്ന് ഈ ബുർദയെ തിരിച്ചറിയാൻ വേണ്ടി പറയുന്ന പേര് അൽ ബുർദത്തുൽ മനാമിയ എന്നാണ്. പ്രസിദ്ധമായി ഈ ബുർദയെ ബുർദത്തുൽ മനാമിയ എന്ന് വിളിക്കുന്നു. എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിന്റെ ബുർദ. ഇത് സ്വപ്നത്തിന്റെ ബുർദ എന്ന് പറയാൻ കാരണം മറ്റേതും ബുർദ എന്ന് പേരുണ്ടായത് കൊണ്ട് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി പറയുന്നതാണ്. സ്വപ്നത്തിന്റെ ബുർദ എന്ന ബുർദക്ക് പേരുണ്ടാകാനുള്ള കാരണത്തെക്കുറിച്ച് ദീർഘമായിട്ട് ഇവിടെ പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെയും ഈ എളിയവനത് പരാമർശിച്ചിരുന്നു. ബുർദയെക്കുറിച്ച് അറിയുന്നവർക്കൊക്കെ അത് അറിയാവുന്ന സംഭവമാണ്. ബുർദ എഴുതാൻ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുങ്ങിയതിന്റെ പിന്നിൽ വലിയൊരു സംഭവമുണ്ട്. അദ്ദേഹം തളർവാദം പിടിച്ച് കിടക്കുകയായിരുന്നു. പക്ഷപാതം പിടിച്ച് കിടക്കുകയായിരുന്നു. പക്ഷപാതം പിടിച്ചിട്ട് ധാരാളം ചികിത്സ ചെയ്തു. ഏത് മരുന്ന് കൊണ്ടാണ്, ഏത് ഔഷധം കൊണ്ടാണ് രോഗങ്ങൾ മാറിപ്പോവുക എന്ന് പറയാൻ സാധിക്കില്ല. ഏത് അവസ്ഥാവിശേഷത്തിലാണ് രോഗങ്ങളുടെ പരിഹാരമെന്നും പറയാൻ സാധിക്കില്ല. ബൂസീരി ഇമാം പക്ഷപാതം പിടിച്ചിട്ട് കിടന്ന് ധാരാളം ചികിത്സ ചെയ്ത്
പക്ഷപാതം എന്ന് പറഞ്ഞാൽ അറിയാം, അനങ്ങാൻ കഴിയാത്ത വിധം ശരീരവും ഒരു ജീവിതവും മുടങ്ങിപ്പോകുന്ന സുഖമാണ്. അതിനിടയിൽ കിടക്കുന്ന ദിവസം, ഒരു ദിവസം അർദ്ധരാത്രി പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബൂസീരി ഇമാം സ്വപ്നത്തിൽ കാണാനിടയായി. ബൂസീരി ഇമാം സ്വപ്നത്തിൽ കാണാനിടയായി. അത്ഭുതകരമായ സ്വപ്നത്തിൽ ബൂസീരി ഇമാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയോട് തന്റെ രോഗത്തെക്കുറിച്ച് ആവലാതി പറഞ്ഞു. യാ റസൂലല്ലാഹ്, പക്ഷപാതം പിടിച്ചിട്ട് അനങ്ങാൻ കഴിയാതെ കിടക്കുന്ന ഇവനോട് അങ്ങ് കരുണ കാണിക്കുമോ? ഇവന്റെ രോഗം മാറാൻ എന്ത് വഴി? പരിശുദ്ധ പ്രവാചക തിരുമേനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വപ്നത്തിൽ ബൂസീരി ഇമാമിന്റെ ശരീരം അവിടുത്തെ പുണ്യമാക്കപ്പെട്ട കൈകൊണ്ട് തടവി എന്ന് മാത്രമല്ല, തന്റെ പേരിൽ കവിത രചിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ പ്രവാചക തിരുമേനി ബൂസീരി ഇമാമിനോട് ആവശ്യപ്പെട്ടു. അതിമനോഹരമായ ഒരു കാവ്യം. ബുർദ പറക്കുന്നത് തന്നെ ഒരു അത്ഭുതത്തിൽ നിന്നാണ്. പിന്നെ ഈ പുസ്തകം ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ചതിൽ വേറെ എന്തെങ്കിലും കാരണമുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയേറെ വ്യാഖ്യാനങ്ങൾ രചിക്കപ്പെടാനും മറ്റും ബുർദക്ക് എന്ത് മഹാത്മ്യം എന്ന് ചോദിച്ചാൽ, ബുർദയുടെ പിറവി തന്നെ വിസ്മയകരമായ ഒരു സംഭവമാണ്. ഈ പുസ്തകം ഉണ്ടായത് തന്നെ അത്ഭുതകരമായ സംഭവമാണ്. ചില പുസ്തകങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവുക. നമ്മളിവിടെ നാളെ പ്രകാശനം ചെയ്യാൻ പോകുന്ന, നേരത്തെ തന്നെ ഇവിടെ വിതരണം ആരംഭിച്ചിരിക്കുന്ന ഹസ്രത്ത് ഷാ വലിയുല്ലാ മുഹദ്ദിസ് ദഹ്ലവിയുടെ മദീനയിലെ അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ ഹസ്രത്ത് ഷാ വലിയുല്ലാഹി ദഹ്ലവി പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരവധി സ്വപ്നങ്ങളിൽ കണ്ട സംഭവം എടുത്തു ധരിക്കുന്നുണ്ട്. സ്വപ്നങ്ങളിൽ ഒരു തവണയല്ല, പലതവണ. സ്വപ്നത്തിൽ മാത്രം കണ്ട അനുഭവമാണെങ്കിൽ അതൊരു കിനാവിന്റെ അനുഭവം എന്ന് പറയാമായിരുന്നു. സ്വപ്നത്തിലല്ലാതെ നേരെ ചൊവ്വേ തന്റെ കണ്ണുകൊണ്ട് താൻ പ്രവാചക തിരുമേനിയെ ദർശിച്ചുവെന്ന് ഹസ്രത്ത് ഷാ വലിയുല്ലാ മുഹദ്ദിസ് ദഹ്ലവി മദീനയിലെ അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ എന്ന പുസ്തകത്തിൽ പറയുന്നു. അതൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കും അവരൊക്കെ വെറും ഒരു ആത്മീയ ലോകത്ത് കഴിഞ്ഞതുകൊണ്ട് പറയാണോ? അല്ല, അദ്ദേഹം ഒന്നാന്തരം, ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർ താരാചന്ദ് ഷാ വലിയുള്ളയെ കുറിച്ചാണ് പറഞ്ഞത്. ഷാ വലിയുള്ളയുടെ ചിന്ത വേണ്ട പോലെ വളർത്തിയെടുത്തിരുന്നുവെങ്കിൽ അതൊരു പക്ഷേ ഇന്ത്യയുടെ പല സമസ്യകൾക്കും പരിഹാരമാകുമായിരുന്നു എന്ന് എഴുതിയത് ഡോക്ടർ താരാചന്ദാണ്. ഷാ വലിയുള്ളയുടെ രാഷ്ട്രീയ മീമാംസയുണ്ട്, സാമൂഹ്യ ശാസ്ത്ര ചിന്തയുണ്ട്, അദ്ദേഹത്തിന്റെ സാമ്പത്തിക ദർശനമുണ്ട്. ടാക്സേഷനെ പറ്റി പോലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നികുതിവൽക്കരണം, എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ നികുതി ഏർപ്പെടുത്തേണ്ടത്, നികുതി ജനങ്ങൾക്ക് ഭാരമാകാതെ എങ്ങനെ നോക്കണം, ഭരണകൂടം നികുതിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം. ഈ വിനീതൻ അഭിവന്ദനായ ശ്രീ വീരേന്ദ്രകുമാർ അവർ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് പാർലമെന്റിൽ ബജറ്റിനെ കുറിച്ച് ചെയ്ത ഒരു പ്രസംഗത്തിൽ ചിദംബരവും അദ്ദേഹം കൂടി ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് ഞാൻ ഹസ്രത്ത് ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ ടാക്സേഷനെ കുറിച്ച് പാർലമെന്റിൽ പ്രസംഗിച്ചിരുന്നു. അങ്ങനെ ഈ ആധുനിക കാലഘട്ടത്തിൽ നികുതിവൽക്കരണത്തെ കുറിച്ച് പോലും ചിന്തിച്ച ആളാണ് ഹസ്രത്ത് ഷാ വലിയുള്ള. അദ്ദേഹം സോഷ്യോളജിസ്റ്റ് ആയിരുന്നു, സാമൂഹ്യ ശാസ്ത്രജ്ഞൻ, ഇക്കോണമിസ്റ്റ് ആയിരുന്നു, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, പൊളിറ്റിക്കൽ ഫിലോസഫർ ആയിരുന്നു, രാഷ്ട്രീയ തത്വജ്ഞാനി. അദ്ദേഹം മതസൗഹാർദ്ദത്തിന്റെയും ഇന്ത്യൻ മനസ്സിന്റെയും ഏറ്റവും വലിയ പ്രതിനിധിയായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് ആളുകൾ എന്നോട് ചോദിക്കുന്നു. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ എല്ലാ അധർമ്മത്തിന്റെ വ്യവസ്ഥകളെയും തകർക്കുക. അറബിയിൽ അദ്ദേഹം പറയുന്ന വാക്കതാണ്, അധർമ്മത്തിന്റെ വ്യവസ്ഥകളെ തകർക്കുക. അത് പറഞ്ഞിട്ട് ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ ചിന്തകളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വരെ തെരഞ്ഞു കണ്ടെത്തിയ പണ്ഡിതന്മാർ, ഇന്ത്യൻ പണ്ഡിതന്മാർക്കിടയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അധർമ്മത്തിന്റെ വ്യവസ്ഥകളെ തകർക്കുക. അദ്ദേഹം രാഷ്ട്രീയമായി അത്രയേറെ ചിന്തിച്ചു. പക്ഷെ അദ്ദേഹമാണ് പറയുന്നത്, അതാ ഞാൻ പറയുന്നത്, അത്രയേറെ അദ്ദേഹം പ്രമാണം കൂടാതെ സ്വീകരിക്കാത്ത ആളായിരുന്നു പല കാര്യങ്ങളും. ശാസ്ത്രീയമായ ബുദ്ധിയായിരുന്നു അദ്ദേഹത്തിന്റെ രചനാശൈലി. യുക്തിക്കായിരുന്നു അദ്ദേഹം ചിന്തയിൽ വലിയ പ്രാധാന്യം നൽകിയിരുന്നത്. മത അനുഭവം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തേത് യുക്തി. അദ്ദേഹം പറയുന്നുണ്ട് തന്റെ ഗ്രന്ഥത്തിൽ, മതത്തെ പ്രമാണങ്ങളുടെ വസ്ത്രങ്ങൾ അണിയിച്ച് വേണം അലങ്കരിക്കാനും അവതരിപ്പിക്കാനും. മതത്തെ കെട്ടുകഥകളിൽ നിന്നും അന്ധതകളിൽ നിന്നും മുക്തമാക്കണം. അങ്ങനെയൊക്കെ വിശ്വസിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്തിരുന്നു ഹസ്രത്ത് ഷാ വലിയുള്ള. അദ്ദേഹം പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം ചെയ്തു. അദ്ദേഹം ഖുർആന്റെ വ്യാഖ്യാന ശാസ്ത്രത്തെ പറ്റി പുസ്തകം എഴുതി. അദ്ദേഹം എത്രത്തോളം എന്ന് ഞാൻ പറഞ്ഞാൽ, പ്രവാചകന്മാരുടെ ജീവിതകാലത്തുണ്ടായ മുഅ്ജിസത്തിനെ പോലും ശാസ്ത്രീയമായി വ്യാഖ്യാനിച്ച ആളാണ്. അതിലപ്പുറം പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചന്ദ്രനെ പിളർത്തതും കടല് കടന്ന് മൂസാ നബി പോയതും അതിൻ്റെയൊക്കെ യുക്തിഭദ്രത, അതിൻ്റെയൊക്കെ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെയൊക്കെ ശാസ്ത്രീയ പശ്ചാത്തലം എത്രത്തോളം ഉണ്ട്
എന്ന് പരിശോധിച്ചുകൊണ്ട് ഒരു പുസ്തകം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 100ഓളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഹസ്രത്ത് ഷാ വലിയുല്ലാഹ് ദഹ്ലവി. അതിൽ അദ്ദേഹം കൈവെക്കാത്ത വിഷയങ്ങൾ വളരെ അപൂർവമാണ്. അദ്ദേഹത്തെ ഒരു എൻസൈക്ലോപീഡിയ എന്നാണ് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വിജ്ഞാനകോശം, സർവ്വവിജ്ഞാനകോശം, അറിവിന്റെ. ഞാനിപ്പോൾ അദ്ദേഹത്തെ ഓർക്കാൻ കാരണം അദ്ദേഹമൊക്കെ ഞാൻ നബി തിരുമേനിയെ കണ്ടു എന്ന് പറയുമ്പോൾ അതൊരു ആത്മീയമായ ഒരു ലോകത്തെ വെറും ഒരു അനുഭവമായിട്ട് തള്ളാൻ സാധിക്കില്ല. ശാസ്ത്രീയമായിട്ടുള്ള ചിന്തക്കും യുക്തിഭദ്രമായിട്ടുള്ള തത്വജ്ഞാനത്തിനും വലിയ പ്രാധാന്യം നൽകിയ അരിസ്റ്റോട്ടലിന്റെയും പ്ലാറ്റോയുടെയും ചിന്തകൾക്ക് അദ്ദേഹം വലിയ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾക്കിടയിൽ. അത് ഗ്രീക്ക് ചിന്തയിൽ പറ്റിയ പിഴവുകളെ പറ്റിയാണ് മഹാനായ ഷാ വലിയുല്ലാഹി ദഹ്ലവി ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയുടെ ഒരു അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. എവിടെ വെച്ചാണ് ഗ്രീക്ക് തത്വചിന്തയിൽ പിഴവുകൾ പറ്റിയത്? അങ്ങനെയൊക്കെ ചിന്തിച്ച അദ്ദേഹമാണ് പറയുന്നത്, ഞാൻ നബി തിരുമേനിയെ കണ്ടു, നബി തിരുമേനി എന്നോട് സംസാരിച്ചു, ഞാൻ അവിടുത്തോട് സംശയങ്ങൾ ഉന്നയിച്ചു, അവിടുന്ന് എനിക്ക് മറുപടി നൽകി. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അവരൊക്കെ സൂഫികളായിരുന്നു. സൂഫിയുടെ മതം ശാന്തിയാണ്, സൂഫിയുടെ മതം ആത്മാവിന്റെ മതമാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് നമ്മൾ ആരംഭിച്ചത്. സൂഫിയുടെ മതത്തിൽ വൈരത്തിനോ സംഘർഷത്തിനോ സ്ഥാനമില്ല. സൂഫിയുടെ മതത്തിൽ സ്നേഹം മാത്രമാണ്. അത് ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയയുടെ മതമാണ്. അത് അജ്മീർ ഖാജ മുഈനുദ്ദീൻ ചിശ്തിയുടെ മതമാണ്. അവർക്കൊക്കെ മതം എന്നത് ഏറ്റവും വലിയ സ്നേഹത്തിന്റെ മന്ത്രവും സ്നേഹത്തിന്റെ അനുഷ്ഠാനവുമാണ്. നിസാമുദ്ദീൻ ഔലിയെ ചെന്ന് കണ്ടിട്ട് ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാത്ത ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയെ ചെന്ന് കണ്ട് അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ, എത്ര ദിവസമായി അണ്ണാക്ക് പറ്റിയിട്ടൊരു ചപ്പാത്തിയുടെ കഷ്ണമെങ്കിലും. ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ ആ സഹോദരന്റെ കൈ പിടിച്ചിട്ട് വീട്ടിന്റെ മച്ചിലേക്ക് കയറി എന്നാണ്. വീട്ടിന്റെ മച്ചിൽ കയറിയിട്ട് പറഞ്ഞു, ഡൽഹിയുടെ തെരുവിലേക്ക് ചൂണ്ടി, ഇന്ന് പാർലമെന്റ് മന്ദിരവും രാഷ്ട്രപതി ഭവനും നിലകൊള്ളുന്ന റോഡിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ എത്രയെത്ര പാവങ്ങൾ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ രാത്രി കടന്നുറങ്ങുന്നു. തണുത്തിട്ട് അവർക്ക് പുതക്കാൻ പോലും ഒരു ഉടയാടയില്ല. അങ്ങനെ പാവങ്ങളായ ജനങ്ങൾ ഈ ഡൽഹിയുടെ തെരുവ് തോറും കിടന്നുറങ്ങുമ്പോൾ നിസാമുദ്ദീന്റെ അണ്ണാക്കിലൂടെ ചപ്പാത്തി കഷ്ണം എങ്ങനെ ഇറങ്ങുമെന്ന് ചോദിച്ച മതത്തിന്റെ ആവിഷ്കാരത്തിന്റെ പേരെന്താണ്? അവിടെ മതമില്ല, അവിടെ ജാതിക്ക് സ്ഥാനമില്ല, അവിടെ മനുഷ്യൻ മാത്രം. ലഖദ് കറംനാ ബനി ആദം, മനുഷ്യ മക്കളെ നാം ബഹുമാനിച്ചിരിക്കുന്നുവെന്ന ഖുർആന്റെ പ്രഖ്യാപനം. നിസാമുദ്ദീൻ ഔലിയ യമുന നദിയുടെ തീരത്തൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു ദിവസം കുറെ അനുയായികൾ പോയിട്ട് ചോദിച്ചത്, കുറെ ഹിന്ദുക്കള് പുഴയിൽ മുങ്ങിക്കുളിക്കുന്നുണ്ട് മോക്ഷം കിട്ടാൻ, അങ്ങേക്ക് എന്ത് തോന്നുന്നു? വെള്ളത്തിൽ മുങ്ങിയാൽ മോക്ഷം കിട്ടുമോ? ഏതെങ്കിലും ഒരു മതത്തിന്റെ പണ്ഡിതനോട് മറ്റൊരു മതത്തിന്റെ വിശ്വാസത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടാൽ ഇന്നത്തെ അവസ്ഥയിൽ എന്ത് മറുപടി ആയിരിക്കും ലഭിക്കുക? എന്ത് മറുപടി ആയിരിക്കും നൽകുക? ഒരു മതത്തിന്റെ പണ്ഡിതനോട് മറ്റൊരു മതത്തിലെ ഒരു അനുഷ്ഠാനത്തെക്കുറിച്ചുള്ള ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ അതിന്റെ മറുപടി അതിമനോഹരമായ ഒരു കവിതയാണ് ചൊല്ലിയത്. അദ്ദേഹം കവിയായിരുന്നു, സാഹിത്യകാരനായിരുന്നു. അദ്ദേഹം ചൊല്ലി, ഹർ ഖൗമേ റാഹസ്ത് ഖിബ്ലസ്ത് ഇബാദത്ത് ഗാഹസ്ത്. ഇന്നും അത് ആളുകളുടെ ചുണ്ടിൽ തത്തിക്കളിക്കുന്നു. ഹർ ഖൗമേ, ഓരോ ജനതക്കും റാഹസ്ത്, ഓരോ മാർഗം, ഖിബ്ലസ്ത്, പ്രാർത്ഥിക്കാൻ ഒരു ഖിബ്ല, മുസ്ലിങ്ങൾ നിന്ന് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ഖിബ്ല, കഅബ. നിസാമുദ്ദീൻ ഔലിയ പറയുന്നു, ഓരോ ജനതക്കും പ്രാർത്ഥിക്കാൻ ഒരു ഖിബ്ല, പ്രാർത്ഥിക്കാൻ ഒരു നിന്ന് തിരിയാനൊരു ദിശ, പ്രാർത്ഥിക്കാനൊരു വഴി, ഇബാദത്ത് ഗാഹസ്ത്. ഓരോരുത്തർക്കും ആരാധനക്കൊരു രീതി, ഒരാലയം. അങ്ങനെ വിവിധങ്ങളായ രീതികൾ, വർണ്ണങ്ങൾ. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിവന്ദരായ അതിഥികൾ സൂചിപ്പിച്ചതുപോലെ ആ വൈവിധ്യത്തെ നാം ഉൾക്കൊള്ളുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ഈ അനുഭവങ്ങൾ. ആ അനുഭവത്തിൽ നിന്നാണ് ബൂസീരി ഇമാം അൽ ഖവാകിബു ദുർറിയ ഫീ മദ്ഹി ഖൈറുൽ ബരിയ എന്ന പുസ്തകം എഴുതുന്നത്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തളർവാദമില്ല, കൈകൾ കനക്കമാണ്, കാലുകൾ ശുഭ്രമായിട്ട് നടന്നു നീങ്ങുകയാണ്, രോഗം ഒട്ടുമില്ല. കൈകൾ വീശിയിട്ട് ബൂസീരി നോക്കി, രോഗം പമ്പ കടന്നു പോയിരിക്കുന്നു, ഒരു രോഗവും തന്നെ ഇനി ബാധിച്ചിട്ടില്ല. കൈകാലുകൾ വീശിക്കൊണ്ട് ബൂസീരി ഇമാം മങ്ങാടിയിലേക്ക് നടന്നുപോയി. തന്റെ കയ്യിലുള്ള 2 വരി കവിതയിലേക്ക് വീണ്ടും കണ്ണു നട്ടു. കവിത പൂർത്തീകരിക്കണം. അമിൻ തദക്കുറി ജീറാനിൻ ബിദി സലമി മസജ്തദം അൻജറാ മിൻ മുഖലത്തിൻ ബിദമി വസല്ലിം ദായിമൻ അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. 10 ഭാഗങ്ങളാണ് ബുർദ ഷരീഫിനുള്ളത്. വളരെ സംഗ്രഹമായിട്ട് ഈ വിനീതൻ പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. ബുർദയുടെ 1-ാമത്തെ ഭാഗം തശ്ബീബാണ്. തശ്ബീബ് എന്ന് പറഞ്ഞാൽ സാധാരണ അറബി കവിതയിൽ
ഒരു വിരഹമോ ഒരു ദുഃഖമോ പറഞ്ഞിട്ടാണ് കവിത തുടങ്ങുക. ഏതെങ്കിലും ഒരു വിരഹം, തന്റെ കാമിനിയെക്കുറിച്ച്, തന്റെ പ്രിയ പ്രേയസിയെക്കുറിച്ച്, അതുമല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട രാജ്യത്തെക്കുറിച്ച്, തന്റെ നാട്ടിനെക്കുറിച്ച്, പ്രിയപ്പെട്ട ഗാനത്തെക്കുറിച്ച്, പ്രിയപ്പെട്ട പൂങ്കുയിലിനെ കുറിച്ച്, പ്രിയപ്പെട്ട മദ്യത്തെക്കുറിച്ച്, പ്രിയപ്പെട്ട വീഞ്ഞിനെ പറ്റി, പ്രിയപ്പെട്ട ഒരു അനുഭവത്തെപ്പറ്റി എന്തെങ്കിലും ഒരു വിരഹം. ആ വിരഹം കൊണ്ടാണ് തശ്ബീബ് സാധാരണ തുടങ്ങുന്നത്. ബൂസീരി ഇമാം അറബ് കവിതയുടെ സാഹിത്യത്തിന്റെ ഗതി തന്നെ തിരിച്ചുവിട്ടുകൊണ്ട് പുതിയ ഒരു രീതിയിലൂടെ തന്റെ തശ്ബീബ് ആരംഭിച്ചു. വിരഹം തന്നെയാണ് ബൂസീരിയും പറയുന്നത്. പക്ഷെ അത് പിരിഞ്ഞുപോയ പെൺകുടിയല്ല, അത് നഷ്ടപ്പെട്ട മദ്യമല്ല, അത് കടന്നുപോയ പൂന്തോട്ടമല്ല, അത് ലോകത്തിന്റെ പുഷ്പജോദ്യാനമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, അവിടുത്തെ പിരിഞ്ഞതിലുള്ള ദുഃഖം ഓർത്തുകൊണ്ട്, ആമിൻ തദക്കുറി ജീറാനിൻ ബിദി സലമി, അയൽവാസി പിരിഞ്ഞുപോയ, അയൽപക്കത്തുള്ള ആള് പിരിഞ്ഞു പോയതിന്റെ ദുഃഖം കണ്ണുനീർ ചോരയായിട്ടൊഴുകുകയാണ്. കണ്ണുനീരങ്ങനെ ഒഴുകി ഒലിക്കുകയാണ്. അത് ചോരത്തുള്ളികളായിട്ട് ഒഴുകി ഒലിക്കുകയാണ്. അങ്ങനെയാണ് തശ്ബീബ് അതിമനോഹരം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അല്ലെങ്കിലും ബുർദ ഷരീഫ് പറയാൻ ഇതുപോലൊരു പ്രസംഗത്തിൽ സാധിക്കില്ല എന്ന് എൻ്റെ സഹോദരങ്ങൾക്കറിയാൻ ഞാൻ തബറുക്കിന് വേണ്ടി അതിലെ ചില ബെയ്ത്തുകൾ എടുത്ത് ഉദ്ധരിക്കുക മാത്രമാണ് ഇന്ന് രാത്രി ചെയ്യുന്നത്. മതത്തിന്റെ കേന്ദ്രബിന്ദു ആത്മാവാണ് എന്ന് ഇന്ന് തുടക്കത്തിൽ ഈ എളിയവൻ സൂചിപ്പിച്ചത് ബുർദയുടെ സന്ദേശത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ആത്മാവിന്റെ ആട്ടമുണ്ടാകണം. ശരീരത്തിന്റെ ആട്ടം കണ്ട് മടുത്ത ലോകത്തിന് ആത്മാവിന്റെ ആട്ടത്തെ അനുഭവിക്കാൻ സാധിക്കണം. അതിനാണ് ബുർദ ഷരീഫ്. ആത്മാവിന്റെ നടനം സംഭവിക്കണം ലോകത്ത്. ഇന്ന് എല്ലാ കലയിലും സാഹിത്യത്തിലും ശരീരത്തിന്റെ നൃത്തമാണ്. ശരീരത്തിന്റെ നൃത്യങ്ങളാണ്, നാട്യവിശേഷങ്ങളാണ്. അതിനു പകരം ആത്മാവിന്റെ നാട്യം സംഭവിക്കണം. ആത്മാവിന്റെ ആട്ടം. ആത്മാവ് ആടുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരീരാടി കളിക്കാന്നല്ല, അതൊരു വിധാനത്തിൽ. ആത്മാവ് ഉറച്ചുപോയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഗംഭീരമായ ഒരു വിധാനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. അതാണ് നഫ്സ് അമ്മാറ. അതാണ് രണ്ടാമത്തെ ഭാഗത്തിലെ ചർച്ച. മൂന്നാമത്തെ ഭാഗത്തിൽ ബൂസീരി ഇമാം പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനാഖിബും മദ്ഹും പറയുന്നു. അവിടുത്തെ പ്രകീർത്തിക്കുന്നു, അവിടുത്തെ വാഴ്ത്തി പറയുന്നു, അവിടുത്തെ പ്രശംസിക്കുന്നു. നാലാമത്തെ ഭാഗത്തിൽ പുണ്യ റസൂലിന്റെ ജന്മം വിശദീകരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ജന്മവും മുഅ്ജിസത്തുകളും, ജീവിതത്തിലെ അത്ഭുത സംഭവങ്ങൾ, അത് വിശദീകരിക്കുന്ന ഭാഗമാണ് നാലാമത്തെ ഭാഗം. അഞ്ചാമത്തെ ഭാഗം തിരുമേനിയുടെ സത്യസന്ദേശത്തെയും അവിടുത്തെ പ്രബോധന മഹാത്മ്യത്തെയും വിശേഷിപ്പിക്കുന്നു, അതിനെ പ്രകീർത്തിക്കുന്നു, അതിന്റെ സംഭവങ്ങളെ എടുത്തുദ്ധരിക്കുന്നു. ആറാം ഭാഗത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തിന് അവതരിപ്പിക്കപ്പെട്ട ഖുർആനെ കുറിച്ച് പറയുന്നു. ആ ഖുർആന്റെ വിശേഷങ്ങളും അതിന്റെ മഹാത്മ്യവും വിശദീകരിക്കുന്നു. 7ഉം 8ഉം ഭാഗങ്ങളിൽ ബൂസീരി ഇമാം ബുർദയിൽ മിഅ്റാജും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത സമരങ്ങളും ഗസ്വത്തുകളും വിശദീകരിക്കുന്നു. 9ലും 10ലും മഗ്ഫിറത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി അല്ലാഹുവിനോട് തേടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിന് വേണ്ടിയും തേടുന്നു. ഇങ്ങനെ 10 ഭാഗങ്ങൾ. 1 തശ്ബീബ്, 2 നഫ്സുൽ അമ്മാറ, 3 മനാഖിബും മദ്ഹും, 4 വിലാദത്തും മുഅ്ജിസാത്തും, ജന്മവും അത്ഭുത കൃത്യങ്ങളും അത്ഭുത സംഭവങ്ങളും, 5 ദഅവത്ത്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം, 6 ഖുർആൻ, 7ഉം 8ഉം മിഅ്റാജും ഗസ്വാത്തും, 9ഉം 10ഉം മഗ്ഫിറത്തും ശഫാഅത്തും, അതിനു വേണ്ടിയുള്ള തേട്ടം. അവസാനം പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ട് റസൂലിന്റെ ശഫാഅത്തിന് വേണ്ടി അല്ലാഹുവിനോട് അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ മുത്തുമാല, ഈ രത്നമാല, ഈ പുഷ്പമാല, ഈ കാവ്യമാല, ഈ കാവ്യത്തിന്റെ മനോഹരമായ ഹാരം ഹസ്രത്ത് ഇമാം ശറഫുദ്ദീൻ മുഹമ്മദ് ബിൻ സഈദ് ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി, ബൂസീരി ഇമാമിന്റെ പദവികൾ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇതുപോലൊരു സദസ്സിൽ ബൂസീരി ഇമാമിനെ ഓർക്കാൻ കഴിയുന്നത് ഒരു മഹാഭാഗ്യമായിട്ട് ഈ വിനീതൻ കരുതുന്നു. അദ്ദേഹത്തിന്റെ പേര് ആവർത്തിച്ച് പറയാൻ കഴിയുന്നതിൽ സന്തോഷം കൊള്ളുന്നു. പൂർവ്വസൂരികൾ കടന്നുപോയ വഴിയിലെ ഉറുമ്പ് തരികൾ മാത്രമാണ് നിങ്ങളും ഞാനും. പൂർവ്വസൂരികൾ കടന്നുപോയ രാജപാതകളെ അലങ്കരിക്കേണ്ടവരാ നമ്മൾ. അവർ വിരിയിച്ച പുഷ്പങ്ങളുടെ തേന്മണമാണ് നമ്മൾ ഇന്ന് ആസ്വദിക്കുന്നത്. അവർ വിരിയിച്ച പുഷ്പങ്ങൾ ആ പൂർവീകരുടെ പാതയിൽ നിൽക്കുമ്പോൾ സുഹൃതമാണ്, പുണ്യമാണ്, സൗഭാഗ്യമാണ്. അതിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ് സകല തിന്മകളുടെയും ആധികളുടെയും വ്യാധികളുടെയും ഹേതുകം എന്ന് കാണാനും നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൂസീരി ഇമാമിന് ഇതെഴുതാൻ
പ്രേരണ നൽകുകയും അതുവഴി ബൂസീരി ഇമാമിന്റെ രോഗം ശിഫയാവുകയും ചെയ്തതുകൊണ്ട് ബുർദ ഷരീഫിന് ശിഫയുമായിട്ടൊരു ബന്ധമുണ്ട്. ബുർദ ഷരീഫ് ശിഫക്ക് വേണ്ടി, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി, സ്വലാത്തിന്റെ പ്രാധാന്യത്തോടു കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഗ്രന്ഥമായിട്ട് കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ബുർദ ഈ വിനീതൻ ഓർക്കുന്നു, ചെറുപ്പകാലത്ത് എന്റെ പിതാവിരുന്നിട്ട് ബുർദ പാരായണം ചെയ്തിരുന്നു. അതിമനോഹരമായ ഈരടികളിലൂടെ, അതിമനോഹരമായ വരികളിലൂടെ ഈണത്തോടുകൂടി ബുർദ ഇങ്ങനെ ചൊല്ലിയിരുന്നത്. ഓരോ 2 വരി ഓരോ ഈരടി ചൊല്ലുമ്പോഴും മൗലായ, സദസ് ചൊല്ലിയ മാതിരി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പ്രാമാണികമായ ഒരു അഭിപ്രായ പ്രകാരം മദീനയിലെ റൗള ഷരീഫിന്റെ തൊട്ട് മീതെ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ പച്ചക്കുബ്ബ, ഖുബ്ബത്തുൽ ഖളറാ, അതിന്റെ മഹാത്മ്യങ്ങളും വിശേഷങ്ങളും പറഞ്ഞാൽ തീരാത്തതാണ്. പ്രാമാണികമായ ഒരു കൗല് പ്രകാരം ആ പച്ചക്കുബ്ബയുടെ അകത്ത് എഴുതി വെക്കപ്പെടാൻ ഭാഗ്യമുണ്ടായ ഏക കവിതയാണ് ബൂസീരി ഇമാമിന്റെ ബുർദ ഷരീഫ്. നബി തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ റൗള ഷരീഫിനെ, അതിന്റെ ആകാശത്തെയും ആ ഖബർ ഷരീഫിനെയും ഇടക്ക് കുടികൊള്ളുന്ന പച്ചക്കുബ്ബ, ആ പച്ചക്കുബ്ബയുടെ അകത്ത് ബുർദ ഷരീഫിന്റെ വരികൾ കമനീയമായ കാലിയോഗ്രാഫിയിൽ പണ്ട് കാലം മുതൽ കൊത്തിവെക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രാമാണികമായ അഭിപ്രായത്തിൽ ചരിത്ര പണ്ഡിതന്മാർ ഉദ്ധരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ബുർദെ മനാമിയ എന്ന ഈ അതിശക്തമായിട്ടുള്ള ഈ കാവ്യം ഏറ്റവും വലിയ പുണ്യത്തിന് കാരണമായി തീർന്നത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ബുർദയിലെ ചില വരികൾ തബറുക്കിന് വേണ്ടി അതിലൂടെ കടന്നു പോകാൻ മാത്രം ഈ സമയം ഉപയോഗിക്കുകയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാത്മ്യങ്ങൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ബൂസീരി ഇമാം പറയുകയാണ്, വകൈഫ യുദ്രികു ഫിദ്ദുനിയാ ഹഖീഖതഹു ഖൗമുൻ നിയാമുൻ തസല്ലു അൻഹു ബിൽ ഹുലുമി ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം وكل آي أتى الرسل الكرام بها فإنما اتصلت من نوره بهم فإنه شمس فضل هم كواكبها يطهرن أنوارها للناس في الظلم كالزهر في ترف والبدر في شرف والبحر في كرم والدهر في همم كأنما اللؤلؤ المكنون في صدف من معدني منطق منه ومبتسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم إن فضل رسول الله ليس له حد فيعرب عنه ناطق بفمي അല്ലാഹുവിന്റെ തിരുദൂതരുടെ മഹാത്മ്യങ്ങൾക്കൊരതിരില്ല. ഉച്ചരിക്കുന്ന ഒരാളുടെയും നാവുകൊണ്ട് സ്ഫുടം ചെയ്ത് ഉച്ചരിച്ചാൽ തീർന്നു പോകാത്തതാണ്. എത്ര സ്ഫുടമായിട്ട് ഉച്ചരിച്ച് വ്യാഖ്യാനിച്ചാലും തീർന്നു പോകാത്തതാണ് മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാത്മ്യം. സലാത്തിൽ ശക്തമായിട്ട് സദസ്സ് പങ്കുചേരണം. നമ്മൾ ബുർദയുടെ മധ്യത്തിലേക്ക്, അതിന്റെ നടുക്കടലിലേക്ക് പ്രവേശിക്കുകയാണ്. ലൗനാസബത്ത് ഖദ്റഹു ആയാതുഹു ഇളമൻ, അവിടുത്തെ മഹത്വമാർന്നിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്ത് പറയാൻ, അഹ്യസ്മുഹു ഹീന യുദ്അ ദാരിസർറിമമി, മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കൽ പോയിട്ട് അവിടുത്തെ പേരെങ്ങാനും ഒരാൾ ഉച്ചരിച്ചു പോവുകയാണെങ്കിൽ മരിച്ചു കിടക്കുന്നവൻ എഴുന്നേറ്റ് നിൽക്കുമാറ് അവിടുത്തെ പേരിന് ശക്തിയുണ്ട്, അവിടുത്തെ പേരിന് ബർക്കത്തുണ്ട്, അവിടുത്തെ പേരിന് ഫളലുണ്ട്. അഹ്യസ്മുഹു ഹീന യുദ്അ ദാരിസർറിമമി, മരണപ്പെട്ട് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുമാർ അതിന് ശക്തിയുണ്ട്. പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഇന്നലെ രാത്രി നാം അവിടുത്തെ ജീവിതത്തിന്റെ ലാളിത്യത്തിന്റെ ചില വശങ്ങളിലേക്ക് കടന്നു ചെല്ലുകയുണ്ടായി. ആ വശങ്ങളെയാണ് ലോക ചരിത്രത്തിലെ മഹത്തുക്കളെ എന്നെന്നും ആകർഷിച്ചു പോകുന്നത്. ആ വശങ്ങളെ കുറിച്ച് തന്നെയാണ് ബൂസീരി ഇമാം ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. ലോകത്തിന്റെ കിരീടം ധരിക്കാത്ത ചക്രവർത്തിയായിരുന്നപ്പോഴും പരുപരുത്ത ഈത്തപ്പനയോലയിൽ നിദ്ര കൊണ്ട പ്രവാചക തിരുമേനി മുഹമ്മദ് റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അതുകൊണ്ടാണ് ഇവിടുത്തെ ജീവചരിത്രം ജയിലിൽ വെച്ച് പാരായണം ചെയ്ത ഇന്ത്യയുടെ മഹാനായ രാഷ്ട്രപിതാവ് മഹാത്മജി എഴുതിയത്. ആ ജീവചരിത്രത്തിന്റെ പുസ്തകത്താളുകൾ പെട്ടെന്ന് വായിച്ചു തീർന്നു പോയതിൽ ഞാൻ ദുഃഖം കൊണ്ട് കരഞ്ഞുപോയി. കുറച്ചുകൂടി പേജുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇരുന്ന ഇരിപ്പിലിരുന്ന് മുഴുവൻ ഞാൻ വായിച്ചു തീർക്കുമായിരുന്നു. ഒരു ജീവിത ചരിത്രത്തോട്, ഒരു ജീവിതഗാഥയോട് ഇമ്പം തോന്നിയിട്ട് പുസ്തകത്തിന്റെ പേജുകൾ തീർന്നു പോകുന്നതിൽ രാഷ്ട്രീയ നയജ്ഞനും മൂല്യബോധത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ആചാര്യനുമായ ഗാന്ധിജിയെ പോലുള്ള വലിയൊരു നേതാവിന് വിഷമവും ദുഃഖവും ഉണ്ടാകുന്നിടത്തോളം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ വൃത്താന്തം, ആ ജീവിതത്തിന്റെ ലാളിത്യം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ ഒന്ന് രണ്ടാളുകൾ പോയി. പുണ്യ റസൂലിന്റെ വഫാത്തിന്, നിര്യാണത്തിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈവശമുണ്ടായിരുന്ന പട്ടുവസ്ത്രത്തിന്റെ 2 കഷ്ണങ്ങളിൽ ഒരു കഷ്ണമെടുത്തുകൊണ്ട് അബൂ ഹുറൈറ മുഖം തുടച്ചു. മുഖം തുടച്ചു കഴിഞ്ഞപ്പോൾ നബി തിരുമേനിയുടെ അനുയായിയായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ സ്വന്തം ആത്മകഥം പോലെ വന്നവരോട് പറയുകയാണ്, ഹോ, അബൂ ഹുറൈറ ഇപ്പൊ പട്ടിന്റെ തൂവാല കൊണ്ട് മുഖം തുടക്കുന്നവനായി. പക്ഷേ നബി തിരുമേനിയുടെ ജീവിതകാലത്ത് അന്നത്തിന് വകയുണ്ടായിരുന്നില്ല, കഴിക്കാനൊന്നും കിട്ടിയിരുന്നില്ല. ഞങ്ങൾ നബി തിരുമേനിയോടൊപ്പം പട്ടിണി കിടന്നവരാണ്. ദിനരാത്രങ്ങളൊന്നും ഭക്ഷണം കഴിക്കാതെ എത്രയോ ദിവസങ്ങൾ ഞങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇതെല്ലാം സഹിച്ചപ്പോഴും ഈ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഏറ്റെടുത്തപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവമായില്ല, ദൈവത്തിന്റെ അംശമായില്ല, അവതാരമായില്ല, മനുഷ്യനായി. ഞാൻ നിങ്ങൾക്കിടയിലെ മനുഷ്യൻ, ഞാൻ നിങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ വന്നവൻ, ഞാൻ നിങ്ങൾക്ക് മാതൃകയായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവൻ, അത്ഭുതങ്ങൾ കാട്ടിത്തരണേ എന്ന് വിളിച്ചു പറഞ്ഞവരോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ അത്ഭുതങ്ങൾ കാണിക്കാൻ വന്നവനല്ല. അതുകൊണ്ട് അറബികൾ പറഞ്ഞു, ഇതെന്തൊരു പ്രവാചകൻ, അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന പ്രവാചകനോ, കുടുംബം പോറ്റുന്ന പ്രവാചകനോ, ആടിനെ കറക്കുന്ന പ്രവാചകനോ, സ്വന്തം ചെരുപ്പ് തുന്നുന്ന പ്രവാചകനോ, സ്വന്തം ഉടുപ്പ് വൃത്തിയാക്കുന്ന പ്രവാചകനോ? ഈ മാഹാത്മ്യമാണ് പ്രവാചകന്റെ ഏറ്റവും വലിയ മാഹാത്മ്യം. എല്ലാവിധ ഉന്നതത്തിലും എത്തി നിൽക്കുമ്പോഴും മനുഷ്യരുടെ നായകൻ, മാനുഷികതയുടെ അതിർവരമ്പുകൾക്കകത്ത് നിന്നുകൊണ്ട് മാനുഷികത്തിന്റെ അപ്പുറത്തുള്ള മഹത്വത്തിനുടമയായി തീർന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ പറയുകയാണ്, ഒരു ദിവസം ഭക്ഷണം കഴിക്കാനൊന്നും കിട്ടാതെ വിശന്നിരുന്ന ഞാൻ എന്തെങ്കിലും ഒന്ന്, ആരെങ്കിലും എന്നെ കൊണ്ടുപോയിട്ട് ആഹാരം കഴിപ്പിക്കുമോ എന്ന് വിചാരിച്ച് വഴിവക്കത്ത് കാത്തുനിന്നു. ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഒരായത്തിന്റെ വ്യാഖ്യാനം ചോദിച്ചുകൊണ്ട് സിദ്ദീഖിന്റെ അടുക്കലേക്ക് പോയി. സത്യത്തിൽ എന്റെ ഉദ്ദേശം ആയത്തിന്റെ വ്യാഖ്യാനം കിട്ടാനായിരുന്നില്ല. ആയത്തിന്റെ വ്യാഖ്യാനം ചോദിച്ചു പോകുന്ന കൂട്ടത്തിൽ പിന്നാലെ വരാൻ സിദ്ദീഖ് എന്നോട് ആവശ്യപ്പെടുമെന്നും അങ്ങനെ വീട്ടിൽ കൊണ്ടുപോകുമെന്നും ഒരു റൊട്ടിക്കഷ്ണം എന്നെ സൽക്കരിക്കുമെന്നും 4-5 ദിവസമായി ഭക്ഷണം കഴിച്ച എന്റെ വിശപ്പ് മാറുമെന്നും ഞാൻ ആഗ്രഹിച്ചു പോയി. പക്ഷേ ഞാൻ സിദ്ദീഖുൽ അക്ബറിനെ കാത്തുനിന്ന് ആയത്തിന്റെ സംശയം ചോദിച്ചപ്പോ സംശയം തീർത്തിട്ട് അബൂബക്കർ സിദ്ദീഖ് പോയി മറഞ്ഞുവെന്ന്. വിശപ്പ് അവിടെ തന്നെ ബാക്കി നിന്നു. കൂടെ കൂട്ടാൻ അബൂബക്കർ അറിഞ്ഞില്ല, തയ്യാറായില്ല. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ സിദ്ദീഖുൽ അക്ബർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നാലെ ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത് കാത്തുനിന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആയത്തിന്റെ മസ്അല ചോദിക്കാൻ അബൂ ഹുറൈറ കാത്തുനിന്നു. ആയത്തിന്റെ മസ്അലക്ക് വേണ്ടിയല്ല, അതിന്റെ വ്യാഖ്യാനം ചോദിക്കുന്ന കൂട്ടത്തിൽ പിന്നാലെ കൂടിയിട്ട് വീട്ടിലെത്തിയിട്ട് വിശപ്പ് തീർക്കാൻ, ആതിഥ്യം സ്വീകരിക്കാൻ അത്ഭുതകരമെന്ന് പറയട്ടെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയത്തിന്റെ വ്യാഖ്യാനമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സലാം ചൊല്ലിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബും നടന്നകന്നു. വിശപ്പ് അവിടെ തന്നെ ബാക്കിയായി. മൂന്നാമതൊരാൾ കടന്നു വരുന്നുണ്ട്. ലോകത്ത് വിശപ്പിന്റെ രുചി ആളുകളെ പഠിപ്പിക്കാൻ 30 ദിവസത്തെ വ്രതാനുഷ്ഠാനം അനുയായികൾക്ക് നിർബന്ധമാക്കിയ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുതലാളിയായിട്ട് ജനിച്ചാലും ദരിദ്രനായിട്ട് ജനിച്ചാലും മുസ്ലിമായി ജീവിച്ചു മരിക്കണമെങ്കിൽ ഒരു കൊല്ലത്തിൽ 30 ദിവസമെങ്കിലും വിശപ്പിന്റെ പട്ടിണിയുടെ പരിവട്ടത്തിന്റെ പൈതാഹത്തിന്റെ രുചി നീ അറിയണം. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിക്കുന്ന മുതലാളി പുത്ര, നീയും പട്ടിണിയുടെ രുചി അറിഞ്ഞിട്ടേ ഈ ലോകത്ത് നിന്ന് പോകാവൂ. ഞാൻ ഇന്നൊന്നും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും നിന്നെ സമീപിച്ചാൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാൻ വ്രതശുദ്ധിയും
ഉപവാസവും എടുത്തവന് സാധിക്കും. ഞാൻ ഇന്നൊന്നും കഴിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ഭക്ഷണത്തിൽ കിടന്ന് ആറാടിയവന് ആ പറയുന്നതിന്റെ അർത്ഥം പോലും മനസ്സിലാവുകയില്ല. ഇന്നൊന്നും കഴിച്ചിട്ടില്ലെന്ന് പറയുന്നവന്റെ വയറ്റിലെ സ്ഥിതി എന്താണ്, വിശപ്പിന്റെ വിളി എന്താണ്, അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരു മലയാള സാഹിത്യകാരന്റെ വരികളെ വിനീതൻ ഓർക്കുന്നു. ഏത് കാലത്തും മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രേരണ വിശപ്പാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രേരണ വിശപ്പാണ്. പ്രേരണ എന്ന പദമാണ് അദ്ദേഹം പ്രയോഗിച്ചത്. അത് വളരെ അനർത്ഥമായിട്ടുള്ളൊരു പദപ്രയോഗമാണ്. വിശപ്പൊരു അനുഭവമാണെന്നല്ല അദ്ദേഹം പറഞ്ഞത്, പ്രേരണയാണ്, ഇൻസ്റ്റിഗേഷൻ. മനുഷ്യന്റെ ഏത് കാലത്തെയും ഏറ്റവും വലിയ പ്രേരണ വിശപ്പാണ്. ആ വിശപ്പിനെ അനുഭവിക്കാൻ 30 ദിവസത്തെ വ്രതാനുഷ്ഠാനം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂബക്കർ നടന്നുപോയി, ഉമറും നടന്നുപോയി, പിന്നാലെ റസൂൽ വന്നപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയി, ലബ്ബൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ ഞാനിതാ ഇവിടെ അങ്ങയുടെ മുമ്പിൽ. ഉടൻ തന്നെ അവിടുന്ന് മറുപടി പറഞ്ഞു, അബൂ ഹുറൈറ കൂടെ വന്നോ? അബൂ ഹുറൈറ എന്റെ പിന്നാലെ വന്നോ? അബൂ ഹുറൈറയും കൂട്ടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. രണ്ടാളും കൂടി വീട്ടിലെത്തി. ഭക്ഷണം കഴിക്കാത്ത അബൂ ഹുറൈറക്ക് പറയാൻ ലജ്ജയായി, ഞാനൊന്നും കഴിച്ചിട്ടില്ല. കാരണം ഇവിടെ ഒരു ദിവസം വയറ്റത്ത് വിശന്നിട്ട് കല്ല് കെട്ടിയ ഒരു അനുയായി വയറ് നേരെ നിൽക്കാഞ്ഞിട്ട് നടുവൊടിഞ്ഞിട്ട് വയറ്റത്ത് കല്ല് ചേർത്ത് കെട്ടിയ ഒരു അനുയായി പുണ്യ റസൂലിനെ സന്ദർശിച്ച ഒരു സംഭവം ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. ആരോടും പറയണ്ട, നീ നോക്കെന്ന് പറഞ്ഞ് അവിടുത്തെ പുണ്യമാക്കപ്പെട്ട കുപ്പായം ഉയർത്തിയപ്പോൾ അവിടുത്തെ വയറ്റത്ത് വിശന്നിട്ട് ദിവസങ്ങളോളം ആഹാരം കഴിക്കാതെ 2 കല്ല് വെച്ച് കെട്ടിയിട്ട് വയറ് നേരെ നിർത്തിയതായി ഞാൻ കണ്ടുവെന്ന് ഈ സഹാബി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു കവി പാടുകയുണ്ടായി, ആ കല്ലാകാൻ എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ, അവിടുത്തെ വയറ്റത്ത് കെട്ടിവെച്ച ശിലയുടെ കഷ്ണമാകാൻ എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ, അതുമല്ലെങ്കിൽ മസ്ജിദ് നിർമ്മിക്കാൻ വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടൊപ്പം അങ്ങും കല്ല് ചുമന്നുവെന്ന് ചരിത്രത്തിലുണ്ട്. ആ കല്ലാകാൻ ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ, അതുമല്ലെങ്കിൽ അങ്ങ് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയെ തായിഫിൽ വെച്ച് ബനൂ സഖീഫ് ഗോത്രക്കാർ കല്ലെറിഞ്ഞുവെന്ന് ചരിത്രത്തിൽ ഞങ്ങൾ കേൾക്കുന്നു. ആ എറിയപ്പെട്ട കല്ലിന്റെ കഷ്ണമാകാൻ ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു കവ്വാലി ഉണ്ട്. ഈ കവ്വാലി ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ സ്വാധീനം അതിൽ ധാരാളമുണ്ട്. അതിൽ പ്രസിദ്ധനായ ഒരു ഗായകൻ, പ്രസിദ്ധനായ ഒരു കവിയുടെ വാക്കുകൾ ഉദ്ധരിച്ചത് ഈ വിനീതൻ ഓർക്കുന്നു, പാടിയതോർക്കുന്നു. കാശ്മേവോ പത്തർ ഹോത്താ, കാശ്മേവോ പത്തർ ഹോത്താ, ഞാൻ ആ കല്ലായിരുന്നെങ്കിൽ, ഞാൻ ആ വയറ്റത്തെ കല്ലായിരുന്നെങ്കിൽ, ഞാൻ ആ മസ്ജിദിന് വേണ്ടി ചുമന്ന കല്ലായിരുന്നെങ്കിൽ, ഞാൻ ആ എറിയപ്പെട്ട കല്ലായിരുന്നെങ്കിൽ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ വിശന്നു കഴിഞ്ഞ പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിൽ കുറച്ച് ആഹാരം കരുതി വെച്ചത് ചൂണ്ടിക്കാണിച്ചിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് മസ്ജിദിൽ സുഫയുടെ അഹ്ലുകാരുണ്ട്, അവരെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. സുഫയുടെ അഹ്ലുകാരെന്ന് പറഞ്ഞാൽ ഇന്നും മദീനയുടെ മസ്ജിദിൽ പോകുന്നവർക്ക് കാണാം, കണ്ടിട്ടില്ലവരെ പോയി കാണണം. വെറുതെ മദീനയിൽ പോയി വന്നാൽ പോരാ, ഇതൊക്കെ കാണണം, പോകണം, അറിയണം, അനുഭവിക്കണം. മദീനയിൽ മസ്ജിദിനകത്ത് റൗള ഷരീഫിന്റെ തൊട്ടടുത്തായിട്ട് ഉയർന്ന ഒരു സ്ഥലം കാണാം. അത് സുഫയുടെ അഹ്ലുകാരായ സഹാബികൾ ഇരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത സ്ഥലമാണ്. ഇന്നും അത് പ്രത്യേകം പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു മദീനയിലെ മസ്ജിദ് നബവിക്കകത്ത്. അത് പാവങ്ങളായ റസൂലുള്ളാഹിന്റെ സഹാബികൾ ഇരുന്ന സ്ഥലമാണ്. അവർ പരമദരിദ്രന്മാരായിരുന്നു. അവർക്ക് ആരുമുണ്ടായിരുന്നില്ല, അവർക്ക് അന്നത്തിന് വകയുണ്ടായിരുന്നില്ല. അവർ സദാസമയം ആരാധനയിലും സുഹുദിലും പ്രാർത്ഥനയിലും മുഴുകിക്കൊണ്ട് മസ്ജിദിൽ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അബൂ ഹുറൈറയെ വിളിച്ചുകൊണ്ട് ലോകനായകനായ തിരുമേനി പറഞ്ഞു, അവരെ വിളിച്ചുകൊണ്ട് വരൂ, അവർക്ക് അന്നം കൊടുക്കാൻ. അബൂ ഹുറൈറ അവരെ വിളിച്ചു കൊണ്ടുവന്നു. വിളിക്കാൻ പോകുമ്പോൾ അബൂ ഹുറൈറ പറയുകയാണ്, എന്റെ മനസ്സിൽ തോന്നി, ഞാനിപ്പോ പട്ടിണി കിടക്കുന്നവരെ അന്നത്തിന് വിളിക്കാൻ പോവാണ്, എന്റെ ഒരു ഗതി, അതിലും വലിയ പട്ടിണിയിലാണ് ഞാൻ. അത് പറയാൻ നിവൃത്തിയില്ലല്ലോ. ഞാൻ അവരെ വന്ന് ഭക്ഷണം സൽക്കരിക്കുമ്പോൾ എന്റെ വയറ് ഏറ്റവും വലിയ പട്ടിണിയിൽ കിടക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവരെയും കൂട്ടി തിരിച്ചു വന്നു. സുഫയുടെ അഹ്ലുകാരെ മുഴുവൻ ഭക്ഷണം കഴിപ്പിച്ചപ്പോൾ അബൂ ഹുറൈറ ഓർത്തു, എന്റെ പട്ടിണി റസൂലിനെ അറിയിച്ചിരുന്നെങ്കിൽ. പിന്നെയും അത് അറിയിക്കാൻ തോന്നിയില്ല. അവസാനം എല്ലാവരും ഭക്ഷണം കഴിച്ചപ്പോൾ സയ്യിദുൽ കൗനൈൻ നബിയ്യുസ് സഖലൈൻ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയോട് പറഞ്ഞു, ഇനി നീയും ഞാനും മാത്രം. നബി ചരിത്ര ഗ്രന്ഥങ്ങൾ അത് അങ്ങനെ തന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. ഇനി നീയും ഞാനും മാത്രം. എല്ലാവരെയും ആഹാരം കഴിപ്പിച്ച് സുഫയുടെ അഹ്ലുകാരെ മുഴുവൻ സന്തോഷിപ്പിച്ചിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ജീവചരിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പ്രൊഫസർ ആർണൾഡ് ജോസഫ് ടോയിൻബിയാണ് അതിനെ വളരെ വിശദമായിട്ട് നിരീക്ഷിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ജീവിച്ചു, എന്ത് പറഞ്ഞു എന്നുള്ളത് ചരിത്രത്തിൽ പൂർണ്ണമായി റെക്കോർഡഡ് ആണ്. അത് റെക്കോർഡഡ് ഹിസ്റ്ററിയാണ്. അത് ചരിത്രത്തിലെ ലിഖിതമാണ്. അത് പൂർണ്ണമായ വസ്തുനിഷ്ഠമായ ശാസ്ത്രീയമായ പരിശോധനകളിലൂടെ സമർത്ഥിക്കപ്പെട്ടതാണ്. ടോയൻബി 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചരിത്ര ദാർശനികന്മാരിൽ പെടുന്ന ആളാണ്. ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ 1000 വട്ടം ചിന്തിച്ചിട്ട് മാത്രം ഉപയോഗിക്കുന്ന ആളാണ് പ്രൊഫസർ ആർണൾഡ് ജോസഫ് ടോയൻബി. അദ്ദേഹം നബി തിരുമേനിയെ കുറിച്ച് പറയുന്നിടത്ത് ഇല്ലിറ്ററേറ്റ് പ്രോഫറ്റ് ഓഫ് അറേബ്യ, അറേബ്യയുടെ നിരക്ഷരനായ പ്രവാചകൻ എന്നാണ് പലപ്പോഴും ടോയൻബി വിളിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ നബി അക്ഷരം പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം താൻ പരിശോധിച്ചതിൽ നബി നിരക്ഷരനായിരുന്നു തനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പ്രൊഫസർ ടോയൻബി എടുത്ത് ഉദ്ധരിക്കുന്നു. ടോയൻബി നബി തിരുമേനിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു, ഹി ലിവ്ഡ് ഇൻ ദി ഫുൾ ലൈറ്റ് ഓഫ് ഹിസ്റ്ററി. ചരിത്രത്തിന്റെ പൂർണ്ണ വെളിച്ചത്തിലാണ് മുഹമ്മദ് ജീവിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിച്ചത് ഏത് കൊല്ലം, ജനിച്ചത് ഏത് ദിവസം, ഇന്ന കൊല്ലത്തിൽ ഇന്നതൊക്കെ ചെയ്തു, ഇന്ന കൊല്ലത്തിൽ എവിടെ പോയി, ഇന്ന ദിവസം ഈ ലോകത്ത് നിര്യാണം പ്രാപിച്ചു പോയി, ഇത്ര അനുയായികൾ ഉണ്ടായിരുന്നു, ഒടുക്കത്തെ പ്രസംഗം കേൾക്കാൻ എത്ര ആൾ തടിച്ചുകൂടിയിരുന്നു, എല്ലാം ചരിത്രത്തിൽ റെക്കോർഡാണ്. എന്തിനേറെ പറയണം, നബി തിരുമേനിയുടെ പ്രസംഗങ്ങളിൽ ഒന്നുപോലും ലോകത്തിന് നഷ്ടമായിട്ടില്ല. ഓരോ പ്രസംഗവും അനുയായികൾ ഒന്നുകിൽ എഴുതി വെച്ചു, അല്ലെങ്കിൽ അവർ ഹൃദയത്തിൽ മനഃപാഠമാക്കി. കാരണം വീട്ടിലെ വേലക്കാരോട് എങ്ങനെ പെരുമാറണം, സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, ജോലിക്കാരോട് എങ്ങനെ പെരുമാറണം, കറുത്തവനും വെളുത്തവനും ഇടയിൽ വ്യത്യാസമില്ല തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. ഇതെല്ലാം ചരിത്രത്തിന്റെ പൂർണ്ണമായ വെളിച്ചത്തിലാണ് സംഭവിച്ചത് എന്ന് ഉദ്ധരിച്ചുകൊണ്ട് പ്രൊഫസർ ആർണൾഡ് ജോസഫ് ടോയൻബി നബി തിരുമേനിയുടെ ചരിത്രത്തിന്റെ ഹിസ്റ്റോറിസിറ്റി, അതിന്റെ ചരിത്രപരതയെ അങ്ങേയറ്റം ശക്തമായി സിദ്ധാന്തിക്കുന്നു. ആ ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം എഴുതി വെച്ച കൂട്ടത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ വാക്ക് ഉച്ചരിച്ചിരിക്കുന്നു, ഇനി നീയും ഞാനും മാത്രം. അബൂ ഹുറൈറക്ക് പറയണമെന്ന് തോന്നി, യാ റസൂലല്ലാഹ്, വിശപ്പാണ്, കഴിക്കാനൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ പറയാൻ തോന്നിയില്ല. പാത്രം കയ്യിൽ കൊടുത്തിട്ട് അബൂ ഹുറൈറയോട് പുണ്യ റസൂല് പറയുകയാണ്, കുടിക്ക്. പാത്രത്തിലേക്ക് നോക്കുമ്പോൾ അതിന്റെ അടിയിൽ 2 തുള്ളി മാത്രമുണ്ട്. പക്ഷെ അബൂ ഹുറൈറ പറയുകയാണ്, ഞാൻ കുടിക്കാൻ തുടങ്ങി. അപ്പോൾ മുന്നോട്ട് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് വീണ്ടും പറയുന്നു, കുടിക്ക്. തുള്ളി തീർന്നു പോയപ്പോ ഞാൻ വിചാരിച്ചു പാത്രം ഒഴിഞ്ഞു പോയെന്ന്. പാത്രം കാലിയായപ്പോൾ വീണ്ടും അവിടുന്ന് എന്നോട് പറഞ്ഞു, ഇനിയും കുടിക്ക്. ലബ്ബൈക യാ റസൂലല്ലാഹ്. അബൂ ഹുറൈറ പട്ടിന്റെ തൂവാല കൊണ്ട് മുഖം തുടക്കുന്ന സമയത്താണ് പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെയായിരുന്ന കാലത്ത് പട്ടിണി കിടന്ന ദിനരാത്രങ്ങളിൽ ഒന്നും കഴിക്കാൻ കിട്ടാത്ത രാത്രികളും പകലുകളും അന്നാണ് ഈ സംഭവം ഉണ്ടായത്. കുടിക്ക് കുടിക്ക് എന്ന് അവിടുന്ന് നിരന്തരം എന്നോട് മന്ത്രിച്ചു കൊണ്ടിരുന്നു. അവസാനം പാത്രത്തിൽ പാനീയം അങ്ങനെ വർദ്ധിച്ചു വരികയും എന്റെ ദാഹം മുഴുവൻ തീരുകയും ജീവിതത്തിൽ ഒരിക്കലും കുടിക്കാത്ത അത്രയേറെ പാല്, അത്രയേറെ മനോഹരമായ മധുരതരമായ പാനീയം എന്ന് കുടിക്കുകയും ചെയ്തു. നാസാനെ ജിസ്പെ ഹുസ്നെ ഓ ഹുസ്നെ റസൂൽ ഹേ. ഏതൊരു സൗന്ദര്യത്തിന്റെ മേലാണോ നാം പോയിട്ട് വീണ് കിടക്കുന്നത്, ദണ്ഡം ചെയ്തിരിക്കുന്നത്, നാസാനെ ജിസ്കെ ഹുസ്നെ ഹേ ഓ ഹുസ്നെ റസൂൽ ഹേ, അത് റസൂലിന്റെ സൗന്ദര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാണുന്ന താരാപദങ്ങൾ അവിടുത്തെ പാദങ്ങളുടെ പൊടിത്താരയാണ്, അവിടുത്തെ പാദങ്ങളുടെ പൊടിത്താരയാണ്. മദീനയിലെത്തിയ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സന്തോഷത്തോടുകൂടി അനുയായികളെ വിളിച്ച് അവർക്ക് സ്വർഗത്തിലേക്ക്, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു. സച്ചിത്തമായ ജീവിതത്തിന്റെ, സദ്വൃത്തമായ ജീവിതത്തിന്റെ വഴി കാണിച്ചു. തൽഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ലക്കൽ ജന്നതയാ തൽഹ അലയ്യ ഗദ. ഏ തൽഹ, നിങ്ങൾക്ക് നാളെ സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട സഹാബികളെ വിളിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു. करके हमारे गुनाह मांगे तुम्हारी पनाह, करके हमारे गुनाह मांगे तुम्हारी पनाह, तुम कहो दामन में आ तुम पे कर दरूद दुरूद, तुम कहो दामन में आ तुम पे कर दरूद दुरूद.
ഞങ്ങൾ ഞങ്ങളുടെ പാപം ചെയ്തിട്ട് നബിയെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അങ്ങയുടെ അഭയത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പാപത്തിൽ പെട്ടുപോയ ഞങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അങ്ങയുടെ ആലംബം തേടാൻ ആഗ്രഹിക്കുന്നു. തും കഹോ, നിങ്ങളപ്പ ഞങ്ങളോട് പറയണം, ദാമന്മയാ, എന്റെ മടിത്തട്ടിലേക്ക് വാ, എന്റെ മടിത്തട്ടിലേക്ക് വാ എന്ന് ഞങ്ങളെ വിളിച്ചങ്ങ് പറയണം. തും കരുതറൂന്തുറൂത്, അതിനുവേണ്ടി ഞങ്ങൾ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയാണ്. ഔർ കൈ ഗൈബ് ക്യാ തുംസെ നിഹാ ഹോ ഭലാ, ഔർ കൈ ഗൈബ് ക്യാ തുംസെ നിഹാ ഹോ ഭലാ, ജബ് ന ഖുദാ ബി ഛുപാ തും പെ കർ ദറൂന്തുറൂദ്. ദൈവം അവന്റെ രഹസ്യങ്ങൾ അങ്ങിൽ നിന്ന് ഒളിപ്പിച്ചില്ല നബിയെ. അതുകൊണ്ട് ഏതൊരു രഹസ്യമാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേക്ക് അജ്ഞാതമായിരിക്കുന്നത്? വകൈഫ യുദ്രികു ഫി ദുനിയാ ഹഖീഖതഹു, ഈ ദുനിയാവിൽ നബി തിരുമേനിയുടെ യാഥാർത്ഥ്യം എങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയും? ഉറങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് സ്വപ്നത്തിൽ അവിടുത്തെ കണ്ടുകൊണ്ട് ആശ്വസിക്കാൻ മാത്രമാണ് ഭാഗ്യമുള്ളത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാഥാർത്ഥ്യം എങ്ങനെ പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ സാധിക്കും? ഉറങ്ങുന്നവർക്ക് സ്വപ്നത്തിലൊരു അനുഭവം. ബൂസീരി ഇമാം അത് നേരിട്ട് അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് ബൂസീരി ഇമാം അത് വിശദീകരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ റആനി ഫഖദ് റആനി ഹഖ്ഖഹ്, മൻ റആനി ഫഖദ് റആനി ഹഖ്ഖഹ്, ആരെങ്കിലും എന്നെ കണ്ടാൽ ശരിക്കും യഥാർത്ഥമായും ആൾ എന്നെ കണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കുറിച്ചുള്ള ദർശനത്തെ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. നബിയെ കുറിച്ചുള്ള അറിവിന്റെ പരമാവധി അറിവെന്തെന്ന് വെച്ചാൽ അവർ മനുഷ്യനാണെന്ന അറിവ് മാത്രമാണ്. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, സത്യം എന്തെന്ന് വെച്ചാൽ അവിടുന്ന് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അത്യുത്തമനാണ്. ബുസീരി ഇമാം ഇവിടെ വിശ്വാസത്തെ സിദ്ധാന്തിക്കുകയും ശരിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നബിയെ ദൈവമാക്കാതിരിക്കുക എന്നുള്ളത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. ഈ എല്ലാ മഹത്വത്തിലും എത്തി നിൽക്കുമ്പോഴും നബിയിൽ ദൈവം ആരോപിക്കുന്നതിനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും വിലക്കിയിരുന്നു. തനിക്ക് അതിരുകടന്ന പ്രാധാന്യം അനുയായികൾ നൽകുന്നതിനെ വിലക്കിയിരുന്നു. താൻ ഒരു സദസ്സിലേക്ക് നടന്നു വരുമ്പോൾ അനുയായികൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലും ആ നേതാവ് വിലക്കിയിരുന്നു. ഒരിക്കലും ആ രീതിയിലുള്ള വ്യക്തിപരമായ ആദരാതിരേകം നിങ്ങൾ എനിക്ക് നൽകരുതേ എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ സദാ ഉപദേശിക്കുമായിരുന്നു. എത്രത്തോളം എന്നാൽ ഇന്നലെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്റെ പ്രിയപ്പെട്ട പുത്രൻ നിര്യാണനായ ദിവസം സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ അത് മകന്റെ ഒരു വിശേഷമായി ആളുകൾ പറയാൻ തുടങ്ങിയപ്പോൾ നബി തിരുമേനി ശക്തമായി അവരെ താക്കീത് ചെയ്യുകയും സൂര്യനും ചന്ദ്രനും പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ മാത്രമാണെന്നും വ്യക്തികളുടെ ജനിമൃതികളുമായി അതിന് ബന്ധമില്ലെന്നും 1400 കൊല്ലം മുമ്പ് ഒരുപക്ഷെ പിൽക്കാലത്തെ ശാസ്ത്രീയ പഠന ഗവേഷണങ്ങൾക്ക് പോലും പ്രേരണ നൽകിയെന്ന് പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും വിശേഷിപ്പിക്കത്തക്ക വിധം അവിടുന്ന് ദൈവത്വം ആരോപിക്കുന്ന എല്ലാ നടപടികൾക്കും എതിരു നിന്നു. അവിടുത്തെ അതിരുകടന്ന് ഉയർത്തി പറഞ്ഞ ഒരാളോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ കുറിച്ച് പറയാവുന്നത് ഏറ്റവും വലിയ വാക്ക് ഞാൻ ദൈവത്തിന്റെ അടിമയും അവന്റെ ദൂതനുമാണെന്ന വാക്ക് മാത്രമാണ്. ദൈവത്തിന്റെ ദാസൻ, അബ്ദുഹു, എന്നെ ദൈവത്തിന്റെ ദാസനായിട്ട് കാണുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ കുടുംബത്തിന്റെ തലപ്പത്താണ്, അതിന്റെ നേതൃസ്ഥാനത്താണ്, അമരസ്ഥാനത്താണ്, ഏറ്റവും വലിയ മഹാത്മ്യത്തിലും മഹത്വത്തിലുമാണ്. അത് രണ്ടും മഹാനായ ബൂസീരി ഇമാം ഈ വരിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവർ മനുഷ്യനാണെന്നതാണ് നബിയെ കുറിച്ചുള്ള അറിവ്. പക്ഷെ അതോടൊപ്പം അവർ സൃഷ്ടിപ്പിലെ അത്യുത്തമനുമാണ്. ഈ രണ്ട് വരിയിൽ നബിയെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ അഖീദ അതിമനോഹരമായിട്ട് ബൂസീരി ഇമാം വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു വാദപ്രതിവാദത്തിനും ചാൻസ് കൊടുക്കാത്ത വിധം. നബി ദൈവമല്ല, ആ വക തർക്കങ്ങളിലേക്ക് പോകേണ്ട മനുഷ്യനാണ്. പക്ഷേ ഒരു മനുഷ്യനല്ല, ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, സകല പടപ്പിലും വെച്ചിട്ട് ഏറ്റവും ഖൈറാണ് മനുഷ്യനുമാണ്. എല്ലാ സൃഷ്ടികളിൽ വെച്ച് അത്യുത്കൃഷ്ടനും അത്യുത്തമനുമാണ്. ആ രണ്ട് വരിയോടുകൂടി പ്രവാചക തിരുമേനിയെ കുറിച്ചുള്ള യഥാർത്ഥമായ വിശ്വാസത്തിന്റെ ചിത്രം ബൂസീരി ഇമാം മനോഹരമായിട്ട് വരച്ചു വെക്കുന്നു. വകുല്ലു ആയിന്നതർ റുസുലുൽ കിറാമു ബിഹാ ഫഇന്നമത്തസലത് മിൻ നൂറിഹി ബിഹിം. എല്ലാ അമ്പിയാക്കളും സകലമാന അനുഗ്രഹങ്ങളോടെയും പ്രത്യേകതകളോടെയും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ പ്രത്യേകതകൾ അതിന്റെ അടുത്തുപോലും എത്തിയില്ല.
ഇവിടെ ഒരു കാര്യം, ഈ ബുറുദയുടെ നിരവധി വ്യാഖ്യാനങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരു വ്യാഖ്യാതാവ് പറയുന്നുണ്ട്, മറ്റു പ്രവാചകന്മാരെ കുറിച്ചുള്ള ആക്ഷേപമായിട്ട് ഇത് പരിഗണിക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ ഒരു വിശ്വാസം പ്രവാചകന്മാർക്കിടയിൽ വിവേചനം കൽപ്പിക്കാൻ പാടില്ല എന്നാണ്. ദൈവദൂതന്മാർക്കിടയിൽ ചിലരെ താഴ്ന്നവരും ചിലരെ ഉയർന്നവരുമായിട്ട് കാണരുത്. പിന്നെ ഈ താരതമ്യം എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന് പ്രത്യേകമായ ഫദ്ൽ അള്ളാഹു നൽകിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് അവരും ഫദ്ൽ ഉള്ളത് കൊണ്ടാണ്, അവർ ഫദ്ൽ ഇല്ലാത്തത് കൊണ്ടല്ല. ഏറ്റവും ഫദ്ലുള്ള ആളെ ഫദ്ലുള്ള മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തിരിക്കുന്നു. ഫദ്ൽ ഇല്ലാത്തവരുമായിട്ട് ഫദ്ലുള്ള ആളെ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. യൂനുസ് നബി അലൈഹിസ്സലാം പറയുകയുണ്ടായത്, ജനങ്ങൾ അല്പസമയം തന്റെ സിദ്ധാന്തവും തന്റെ തത്വോപദേശവും കേൾക്കുന്നില്ല എന്ന് വന്നപ്പോഴേക്ക് യൂനുസ് നബിക്ക് വിഷമമായി, പ്രയാസമായി. അതിന്റെ ഫലമായി യൂനുസ് നബിയെ മത്സ്യം വിഴുങ്ങിയതും മറ്റു സംഭവങ്ങളൊക്കെ ബൈബിളിലും തോറയിലും ഖുർആനിലും ഒരുപോലെ ആവർത്തിക്കപ്പെട്ട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ആ സംഭവങ്ങളിൽ വെച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുക. നബി തിരുമേനിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അബൂജഹൽ. നബിയുടെ ശത്രു എന്ന് പറഞ്ഞാൽ നബിക്ക് ശത്രുത ഉണ്ടായതുകൊണ്ടല്ല, നബിയുടെ സന്ദേശത്തെ നിരന്തരം എതിർത്തും നബിയെ ആക്ഷേപിച്ചും ചീത്ത വിളിച്ചും അവിടുന്ന് നൽകിയ ധർമ്മപ്രബോധനത്തെ സദാ തടസ്സപ്പെടുത്തിയും അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ചാർത്തിയും മ്ലേച്ഛ സാധനങ്ങൾ കൊണ്ടുവന്ന് ശരീരത്തിൽ എറിഞ്ഞും ആ അബൂജഹലും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ മക്കളും നബി തിരുമേനിയെ മർദ്ദനങ്ങൾക്ക് വിധേയനാക്കി. ആ അബൂജഹലിന്റെ മകൻ ഇക്രിമ ചരിത്രത്തിലെ അസാമാന്യമായ ഒരു സംഭവമാണ്. ആ അബൂജഹലിന്റെ മകൻ അവസാനം നബി തിരുമേനി വിജയിയായി മക്കയിൽ തിരിച്ചെത്തുമ്പോൾ നബി തിരുമേനി എങ്ങനെ തന്നോട് പെരുമാറുമെന്നതിനെ കുറിച്ച് ആലോചിച്ച് വിഷണ്ണനായിരിക്കുകയാണ്. നബി തിരുമേനിയെ സമീപിച്ചുകൊണ്ട് ഇക്രിമയുടെ ഭാര്യ പറഞ്ഞു, എന്റെ ഭർത്താവ് നബിയുടെ മുമ്പിൽ വന്നിട്ട് മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഔദാര്യത്തിന്റെ കടലായി ഔദാര്യത്തിന്റെ സാഗരം മലയിട്ടടിക്കുന്ന സമയമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്രിമയുടെ ഭാര്യയോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് വരാൻ പറയൂ, സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യാൻ തയ്യാറാണ്. യമനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കടപ്പുറത്തെത്തിയിരുന്നു. അപ്പോഴേക്ക് ഇക്രിമ എന്നാണ് നാട് വിടാൻ. കാരണം നബിയെ ചീത്ത വിളിച്ച അബൂജഹലും മകനും, നബിയെ ചീത്ത വിളിക്കുക മാത്രമല്ല, ഇത്ര വലിയ ഒരു സത്യപ്രബോധകനെ ശരീരത്തിൽ കുടൽമാല ചാർത്തിയിട്ട് ഒട്ടകത്തിന്റെ കുടൽമാല ചാർത്തിയ അബൂജഹലും മകനും. ഈ സംഭവങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ഈ നൂറ്റാണ്ടിലെ ബെസ്റ്റ് സെല്ലറുകളിൽപ്പെട്ട ഒരു പുസ്തകത്തിൽ പ്രൊഫസർ മൈക്കിൾ ഹാർട്ട് അദ്ദേഹത്തിന്റെ ദി 100 എന്ന പുസ്തകത്തിൽ 100 ചരിത്രത്തിലെ ഏറ്റവും വലിയ 100 മഹാന്മാരെ പരിചയപ്പെടുത്തുന്ന പുസ്തകത്തിൽ 1-ാം സ്ഥാനത്ത് ചാപ്റ്റർ 1 ദ ഗ്രേറ്റസ്റ്റ് 100 ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി, മാനവ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേര് കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ ആ പുസ്തകത്തിന്റെ വിശേഷങ്ങൾ പലപ്പോഴും നിങ്ങളൊക്കെ വായിച്ചതും കേട്ടതുമാണ്. അതിലെ 1-ാമത്തെ അധ്യായത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 100 പേരിൽ 1-ാമനായിട്ട് ഇപ്പോഴും അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്ന മൈക്കിൾ ഹാർട്ട് എന്ന ശാസ്ത്രജ്ഞനായ ഗ്രന്ഥകാരൻ എഴുതുവെക്കുമ്പോൾ അദ്ദേഹം നബിയുടെ ജീവിതത്തിലെ ഈ സംഭവങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് മർദ്ദനങ്ങൾ സഹിച്ച നബിയുടെ അവസ്ഥ പറയുന്നുണ്ട്. ആ മർദ്ദനം ചെയ്ത ഇക്രിമ വരാൻ പോവാണ്. യമനിലേക്ക് പോകാൻ വേണ്ടി കടപ്പുറത്ത് കപ്പൽ കാത്തു നിൽക്കുകയാണ്. ഭാര്യ പോയിട്ട് പറഞ്ഞു, നബി തിരുമേനി നിങ്ങളെ സ്വീകരിക്കും, നബി തിരുമേനി നിങ്ങളെ സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇക്രിമക്ക് ആദ്യം മടിയായിരുന്നു. പക്ഷെ ഭാര്യ പറഞ്ഞ് നിർബന്ധിച്ച് ഇക്രിമയെ കൊണ്ടുവന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലിരിക്കുന്ന സമയത്ത് ഇക്രിമ ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്രിമയെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കാൻ വഴിയിലേക്ക് ഓടിച്ചെന്നുവെന്നും ആ സമയത്ത് ചരിത്രകാരൻ ഉദ്ധരിച്ചിരിക്കുന്നു. അവിടുത്തെ മേലുണ്ടായിരുന്ന പുതപ്പ് പോലും താഴേക്ക് വീണുപോയി എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ആ പോക്കില് ആ ഇക്രിമയെ സ്വീകരിക്കാനുള്ള മുന്നോട്ടുള്ള ഓട്ടത്തിൽ ശരീരത്തിന്റെ മേൽഭാഗത്തുണ്ടായിരുന്ന പുതപ്പ് നിലത്തേക്ക് വീണു പോകുമാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്രിമയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു. ഇക്രിമയെ കെട്ടിപ്പിടിച്ചു. ഇക്രിമക്ക് സന്തോഷം പറഞ്ഞു. വേറെ ഒരാളുണ്ടായിരുന്നു, വേറെ ഒരു വലിയ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വലിയ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും ഇരയാക്കിയ ഒരാള്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, അദ്ദേഹം വന്നാൽ മാപ്പ് നൽകുമോ? അദ്ദേഹത്തോട് എന്ത് ചെയ്യും? മതത്തിന്റെ പേരിൽ ശത്രുതയാകാമോ? ഇങ്ങോട്ട് ചെയ്താലോ അങ്ങോട്ട് ചെയ്യാമോ? ക്രിയക്ക് പ്രതിക്രിയ മതം അനുവദിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ മദീനയിലേക്കുള്ള പാതയിൽ പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ മാതൃകയാക്കിയിട്ട് ആദ്യമായി മുസ്ലിങ്ങളും
പിന്നെ നബിയെ പോലെ മറ്റു മതാചാര്യന്മാരുടെയും പ്രവാചകന്മാരുടെയും പ്രബോധകന്മാരുടെയും മാതൃകയെ നോക്കിക്കൊണ്ട് സഹോദര മതസ്ഥരും എല്ലാവരും ഒരുപോലെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ്. പ്രതിക്രിയക്ക് മതത്തിൽ സ്ഥാനമുണ്ടോ? ഇക്രിമക്ക് മാപ്പ് നൽകിയ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇദ്ദേഹം വന്നാൽ സ്വീകരിക്കുമോ? റസൂൽ പറഞ്ഞു സ്വീകരിക്കും. എങ്ങനെയാണ് അയാൾ വിശ്വസിക്കുക? അയാൾക്ക് വിശ്വാസം വരില്ലല്ലോ. സ്വീകരിക്കുമോ എന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ശിരസിൽ നിന്ന് ശിരോവസ്ത്രം എടുത്തിട്ട് കൈ കൊടുത്തു എന്നാണ്. ഇത് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുക, ഇത് എന്റെ ശിരോവസ്ത്രമാണ്, ഞാൻ മാപ്പ് നൽകും, ഞാൻ ഔദാര്യം കാണിക്കും എന്നതിന് തെളിവ് ഇതാണ്, എന്റെ വസ്ത്രമാണ്. എന്റെ വസ്ത്രം കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കണം. അത് കണ്ടിട്ട് എന്റെ അടയാളമായിട്ട് അതിനെ പരിഗണിച്ചുകൊണ്ട് വരാൻ പറയണം, ധൈര്യമായിട്ട് വരാൻ പറയണം. ഈ ഔദാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ അങ്ങനെ ഒരു പണിയാട്ടെ നിങ്ങൾക്ക്. كالزهر في ترف والبدر في شرف والبحر في كرم والدهر في همم مولاي إيمن أبدا الخلق كلهم كأنما اللؤلؤ المكنون في صدف بمعدن منطق منه ومبتسم حبيبك خير الخلق كلهم. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫളിന്റെ ശ്രേഷ്ഠതയുടെ സൂര്യഗോളമാണ്. ഒഹും കവാകിബുഹ, മറ്റമ്പിയാക്കൾ അതിന് ചുറ്റുവട്ടത്തുള്ള നക്ഷത്രങ്ങളും. യുദ്ഹിറുന്ന അൻവാറുഹ, അതിന്റെ വെളിച്ചങ്ങൾ തിളങ്ങി നിൽക്കുന്നു. ലിന്നാസി ഫിൽ ളുലമി, മനുഷ്യർക്ക് ഇരുട്ടത്തിലെ ദീപം പോലെ. കസ്സഹ്രി ഫീ തറഫിൻ, മൃദുലതയിൽ പുഷ്പം പോലെ. വൽ ബദ്രി ഫീ ശറഫിൻ, മഹാത്മ്യത്തിലോ പൂർണ്ണചന്ദ്രൻ പോലെ. വൽ ബഹ്രി ഫീ കറമിൻ, ഔദാര്യത്തിൽ കടൽ പോലെ. വദ്ദഹ്രി ഫീ ഹിമമി, മനോദാർഢ്യത്തിൽ കാലം പോലെ. വല്ലാത്തൊരു വരിയാണ് ഈ വരി. കസ്സഹ്രി ഫീ തറഫിൻ വൽ ബദ്രി ഫീ ശറഫിൻ വൽ ബഹ്രി ഫീ കറമിൻ വദ്ദഹ്രി ഫീ ഹിമമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദൻ. മൃദുലതയിൽ പുഷ്പം പോലെ, മഹാത്മ്യത്തിൽ പൂർണ്ണചന്ദ്രൻ പോലെ, ഔദാര്യത്തിൽ കടൽ പോലെ, മനോദാർഢ്യത്തിൽ കാലം പോലെ. കാലത്തിന് എന്താ മനോദാർഢ്യം? ഈ എളിയവൻ അത് വിശദീകരിക്കുന്നില്ല. അത് വലിയൊരു തത്വജ്ഞാന സംബന്ധിയായ വാക്കാണ് ഹസ്രത്ത് ഇമാം ബൂസീരി അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. മനോദാർഢ്യത്തിൽ കാലം പോലെ. കദ്ദഹ്രി ഫീ ഹിമമി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുത്തോടൊപ്പം ദീർഘകാലം സേവകനായിട്ടുണ്ടായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ മസസ്തു ഹറീറൻ, ഒരു പട്ടിനെയും ഞാൻ എൻ്റെ കൈകൊണ്ട് തൊട്ടിട്ടില്ല. വലാ ദീബാജൻ, അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഏറ്റവും മിനുസുള്ള വസ്ത്രമായിരുന്നു ദീബാജ്. ഏറ്റവും മൃദുലമായ ഒരു വസ്ത്രവും ഞാൻ തൊട്ടിട്ടില്ല. മിൻ കഫിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയനു മിൻ കഫിൻ നബി, നബിയുടെ പുണ്യമാക്കപ്പെട്ട കൈയിന്റെ, ഈ മുൻകൈയിന്റെ കൈവെള്ളയുടെ ഭാഗത്തേക്കാൾ മൃദുലമായ ഒരു പട്ടോ ഒരു വസ്ത്രമോ ഞാൻ എൻ്റെ കൈ കൊണ്ട് തൊട്ടിട്ടില്ലെന്ന് സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു ഒരുപാട് വർഷം റസൂലുള്ളാഹിന്റെ വീട്ടിലെ സേവകനായിരുന്നു. അവിടുത്തെ പുണ്യമാക്കപ്പെട്ട കൈയിനേക്കാൾ മൃദുലതയുള്ള ഒന്നും ഞാൻ എൻ്റെ കൈകൊണ്ട് സ്പർശിച്ചിട്ടില്ല. ചെപ്പിലടച്ചു വെച്ച മുത്തുപോലെ. പുഞ്ചിരി തൂകുമ്പോൾ അവിടുത്തെ പുണ്യമാക്കപ്പെട്ട പല്ലുകൾ ചെപ്പിലടച്ചപ്പെട്ട മുത്തുപോലെ. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പെരുമാറിയിരുന്നു. അനസേ, നിന്നൊരു ജോലിക്ക് ഞാൻ ഏൽപ്പിക്കുന്നു, നീ പോ എന്ന് പറഞ്ഞു. അനസ് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ വെറുതെ ഒരു മടി തോന്നി, ഞാൻ പോയില്ല, ഞാൻ അവിടെ തന്നെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് എൻ്റെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി തൂകിക്കൊണ്ടുവരുന്നു. പുഞ്ചിരി തൂകിയിട്ട്, നീ ഇപ്പോഴും പോയിട്ടില്ല അനസേ എന്ന് പറഞ്ഞിട്ട് കയ്യിന്റെ രണ്ട് ചുമലിലും എൻ്റെ ചുമലിൽ പിടിച്ചിട്ട് പുണ്യ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചമർത്തിയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അനസേ നിന്നോട് പോകാൻ, ഇനിയെങ്കിലും പോകൂ അനസേ
രണ്ടാമതും അങ്ങനെ നിർബന്ധിച്ചപ്പോൾ എനിക്ക് ഓടിപ്പോകാൻ തുടങ്ങിയ ആ സ്നേഹത്തിന്റെ കടലിന് മുമ്പിൽ ചെപ്പിലടക്കപ്പെട്ട മുത്തുപോലെ സംസാരിക്കാൻ വേണ്ടി വാ തുറന്നാൽ അല്ലെങ്കിൽ ഒന്ന് പുഞ്ചിരി തൂകിയാൽ അവിടുത്തെ പല്ലുകൾ ചെപ്പിലടക്കപ്പെട്ട മുത്തുപോലെ ഭൂസിരീമാം വാഴ്ത്തപ്പെടട്ടെ മൗലായ സല്ലി വസൽ. ഈ റമളാനിലെ ഒടുക്കത്തെ പത്തിൽ ഇതിനേക്കാൾ എന്ത് സാലിഹായ അമലാണ് സഹോദരങ്ങളെ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കുക? അല്ലാഹു എത്ര വലിയ ഭാഗ്യത്തിന് വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രവാചക തിരുമേനിയുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ റമളാനിലെ ഒടുക്കത്തെ പത്തിൽ മഹനീയമായ സദസ്സിൽ, അറ്റം കാണാത്ത സദസ്സിൽ, സ്വലാത്ത് കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന സദസ്സിലെ മലായികത്തിന്റെ സാമീപ്യമുണ്ടാകുന്ന, ആ അവരോഹണമുണ്ടാകുന്ന സദസ്സില് ഒരു ദിവസം പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു അത്ഭുതകരമായ സംഭവം ഉണ്ടായി. അവിടുത്തെ ഒരു സഹാബി എടുത്തിട്ട് സൂറത്തുൽ ബഖറ എടുത്തിട്ട് പാരായണം ചെയ്യാൻ തുടങ്ങി. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുമ്പോഴേക്ക് തൊഴുത്തിലുണ്ടായിരുന്ന കുതിര അട്ടഹാസം മുഴക്കാൻ തുടങ്ങി, ചാടാൻ തുടങ്ങി, അതിന്റെ കയറ് പൊട്ടിച്ചിട്ട് ഓടുമെന്ന അവസ്ഥ വന്നു. ആ സഹാബി ഓത്ത് നിർത്തി. കുതിര വീണ്ടും ശാന്തമായി. വീണ്ടും അൽബഖറയുടെ പാരായണം ഈ സഹാബി ആരംഭിച്ചു. കുതിര വീണ്ടും അതിന്റെ അട്ടഹാസം തുടങ്ങി, ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. കുതിര മുമ്പോട്ടാഞ്ഞു. കുതിര ചാടി. തൊട്ടടുത്ത് ഈ ഓതുന്ന സഹാബിയുടെ കുട്ടിയെ കടത്തിയിരുന്നു, പ്രായം കുറഞ്ഞ ശിശു. കുതിര ഓടിപ്പോയിട്ട് കുട്ടിക്ക് വല്ല ഉപദ്രവം ചെയ്യുമോ എന്ന് വരെ ഈ സഹാബിക്ക് തോന്നിയപ്പോ ഓത്ത് നിർത്തി, മുസഹഫ് പൂട്ടിവെച്ചു. ഈ സഹാബി നേരെ വന്നിട്ട് പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സംഭവം പറഞ്ഞപ്പോൾ അവിടുന്ന് പറയുകയാണ്, ആകാശത്ത് നിന്ന് സൂറത്തുൽ ബഖറയുടെ ധ്വനി കേട്ടിറങ്ങി വന്ന മലായികത്തിനെ കണ്ടിട്ട് കുതിരയുടെ അത്ഭുതമാണ് എൻ്റെ സഹോദരാ നിങ്ങൾ കണ്ടത്. നിങ്ങളെങ്ങാനും മുസഹഫ് പൂട്ടിവെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ സുബ്ഹിയുടെ സമയമാകുമ്പോൾ മദീനക്കാർക്ക് മുഴുവൻ മലായികത്തിന്റെ ആ സംഘത്തിനെ കാണാൻ കഴിയുമായിരുന്നുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലായികത്തിനെ കാണാനും സംവദിക്കാനും സംഭാഷണത്തിൽ ഏർപ്പെടാനും സൗഭാഗ്യമുണ്ടായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുന്ന വേദിയിലല്ലെങ്കിൽ പിന്നെ എങ്ങോട്ടാണ് റഹ്മത്തിന്റെ മലായികത്ത് ഇറങ്ങി വരേണ്ടത്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിലാണ് ഈ ഖുർആനിക ഗ്രന്ഥത്തെ ഇറക്കിയത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ എന്തെന്ന് നബിയെ നിങ്ങൾക്ക് എന്തറിയാം? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, അത് 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ തനസ്സലുൽ മലായിക, മലായികത്ത് ഇറങ്ങി വരുന്ന രാത്രിയാണ്. തനസ്സലുൽ മലായികത്തു വറൂഹു, റൂഹും ഇറങ്ങി വരും. ആരാണ് ഈ റൂഹ്? റൂഹിനെ കുറിച്ച് പറഞ്ഞിട്ടാ നമ്മൾ തുടങ്ങിയത്. ഇത് സാധാരണ റൂഹല്ല, ഇത് ഏതെങ്കിലും ഒരു റൂഹല്ല, ഇത് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ മലായികത്ത് ഇറങ്ങി വരുന്നത് മുഹമ്മദ് മുസ്തഫാന്റെ പേരിന്റെ പുണ്യമാണെങ്കിൽ അവിടുത്തെ മദ്ഹിന്റെ പുണ്യം കൊണ്ട് അല്ലാഹു ഇതിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. റമദാനിലെ ഒടുക്കത്തെ പത്തിലെ പുണ്യത്തെ അല്ലാഹു അക്ഷരം പ്രതി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നോമ്പ് നോറ്റുകൊണ്ട് റമദാനിലെ ഒടുക്കത്തെ പത്തിൽ ഓടിയണഞ്ഞവർക്ക് മുഴുവൻ ഈ മജ്ലിസിന്റെ സ്വലാത്തിന്റെ പുണ്യം അവർക്ക് ഓഹരിയായിട്ട് നൽകുമാറാകട്ടെ. സൂറത്തുൽ ബഖറയുടെ ആയത്ത് കേൾക്കുമ്പോഴേക്ക് ഇറങ്ങി വരാൻ മലായികത്തെ നിങ്ങൾക്ക് തിടുക്കമാണെങ്കിൽ ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ മദ്ഹും മനാഖിബും മഹാത്മ്യവും പറയപ്പെടുന്ന തിരുമജ്ലിസിലേക്ക് അല്ലാഹുവിന്റെ മലായികത്തിന്റെ വർഷം ഉണ്ടാകട്ടെ. അങ്ങനെയാണത്. അത് ചെപ്പിലടക്കപ്പെട്ട മുത്തുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുടെ സ്വഭാവം ലാ തൈബ യഅദിലു തുർബൻ ലമ്മ അഅളുമഹു തുബാലി മുൻതശിതിൻ മിൻഹു വമുൽതതിമി മൗലായ സൽ. അബാന മൗലിദുഹു അൻ തീബി ഉൻസുരിഹി യാ തീബ മുബ്തദിഇ മിൻഹു വമുഹ്തതിമി മൗലായ സല്ലി വസൽ ലിം ദായിമൻ അബദൻ
على حبيبك خير الخلق كلهم لا طيب يعدل تربا لما أعظمه. പുണ്യ റസൂലിന്റെ പുണ്യമാക്കപ്പെട്ട അസ്ഥികളെ പൊതിഞ്ഞ മണ്ണുണ്ടല്ലോ, അതിനേക്കാൾ സുഗന്ധദായിയായി ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ട്? തുബാലി മുൻതശിഖിൻ, അതിന്റെ ഓഹരി ലഭിച്ചിരിക്കുന്നു അതിനെ സ്പർശിച്ചവർക്ക്. മിൻഹു വ മുൽതദിമി, അതിനെ മുത്തം വെച്ചവർക്കും ആ സുഗന്ധത്തിൽ നിന്ന് ഓഹരി ലഭിച്ചിരിക്കുന്നു. ചൗക്ക് ഖീഞ്ചേലിയേ ജാതാ ഹെ മേ ക്യാ ജാതാ ഹൂ, പക്ഷെ എന്റെ ആഗ്രഹം എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്, മദീന നഗരിയിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. എന്റെ ഓരോ ഞരമ്പുകളും ദുർബലമാണ്, എന്റെ ശരീരം അശക്തമാണ്, പക്ഷേ എന്റെ ഹൃദയവും എന്റെ അഭിനിവേശവും എന്റെ അഭിലാഷവും എന്നെ പിടിച്ചു വലിക്കുകയാണ്. കാഫില വലേ ചലേ ജാതേ ആകെ ആകെ, ഈ ഒട്ടക സംഘത്തിന്റെ മുന്നിൽ നടന്നു പോകുന്ന ഒട്ടകക്കാരാ, നീ മെല്ലെ നടന്നു പോകുന്നുണ്ട്. മദദ് ഏ ഷൗഖ്, എന്റെ ആഗ്രഹമേ എന്നെ സഹായിക്കണേ. കെ മേ പീഛേ രഹാ ജാതാ ഹൂ, മുമ്പിലാണ് ഒട്ടകക്കാരൻ, ഞാൻ പിന്നിലായി പോയിരിക്കണ്. ആഗ്രഹമേ എന്നെ കൂടെ കൊണ്ടുപോ, ആഗ്രഹമേ എന്നെ മുന്നിലേക്ക് ഉന്തിത്തള്ളു, എന്റെ അഭിനിവേശമേ എന്നെ മുന്നോട്ട് പിടിച്ചു വലിക്ക്. ശരീരം ദുർബലമാണെങ്കിലും എന്റെ ആത്മാവ് മോഹത്തിൽ കിടക്കുകയാണ്. മാശമിൻ തുഅംബറൻ വലാ മിസ്കൻ വലാ ശൈഅൻ അത്യബു മിൻ റൂഹി റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ തൂമണത്തേക്കാൾ സുഗന്ധമുള്ള ഒരു കസ്തൂരിയോ ഒരു അമ്പറോ ഞാൻ വാസനിച്ചിട്ടില്ല എന്ന് സയ്യിദുനാ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അതുകൊണ്ടാണ് മഹാനായ ബൂസീരി പാടുന്നത്, ലാ തൈബ യഅദിലു തുർബൻ ലമ്മാ അഅളുമഹു, അവിടുത്തെ അസ്ഥിയെ പൊതിഞ്ഞ മന്ദരിയേക്കാൾ സുഗന്ധദായിയായിട്ട് എന്തുണ്ട്? തുബാലി മുൻതശിഖിൻ മിൻഹു വ മുൽതസിമി, അതിനെ സുഗന്ധം ആസ്വദിച്ചവർക്കും അതിനെ ഉൾക്കൊണ്ടവർക്കും സന്തോഷ വാർത്തയാണ്. അബാന മൗലിദുഹു അൻ തീബി ഉൻസുരിഹി യാ തീബ മുബ്തദിഇൻ മിൻഹു വ മുഹ്തതിമി മൗലായ സ്വല്ലി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം തന്നെ തെളിയിച്ചു അവിടുത്തെ വംശത്തിന്റെയും ജന്മത്തിന്റെയും മഹാത്മ്യം. യാ തീബ മുബ്തദിഇൻ, എന്തോ ഒരു തുടക്കമാണ് അവിടുത്തെ തുടക്കം. വ മുഹ്തതിമി, എന്തോ ഒരു മടക്കമാണ് അവിടുത്തെ മടക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മടക്കം മാത്രമല്ല, അവിടുത്തോട് ബന്ധപ്പെട്ടവരുടെ ഒക്കെ മടക്കം, അവിടത്തോട് ബന്ധപ്പെട്ടവരുടെ ഒക്കെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഒരു ദിവസം വീട്ടിലുണ്ടായിരുന്ന ബന്ധുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്പം വെള്ളം ചൂടാക്കി വെക്കണം. വെള്ളം ചൂടാക്കി വെച്ചു. പിന്നെ ഫാത്തിമ ബീവി പറഞ്ഞു, കുളിക്കാൻ സൗകര്യം ചെയ്തു വെക്കണം. കുളിക്കാൻ സൗകര്യം ചെയ്തു വെച്ചു. ഫാത്തിമ ബീവി പിന്നെ പറഞ്ഞു, വിരിപ്പ് ശരിക്ക് വിരിച്ചു വെക്കണം. ആ വിരിപ്പും ശരിയാക്കി വെച്ചു. ആ വീട്ടുകാരി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ഫാത്തിമ ബീവിക്ക് വേണ്ടി വിരിപ്പ് റെഡിയായി, കുളിക്കാൻ ചുടുവെള്ളം റെഡിയായി. ഫാത്തിമ ബീവി പോയിട്ട് കുളിച്ചു വന്നു. ഫാത്തിമ ബീവി വന്നിട്ട് വിരിച്ച വിരിപ്പിൽ ഏറ്റവും പുതിയ വസ്ത്രമെടുത്തിട്ട് അണിഞ്ഞിട്ട് കിടന്നു. കുളിച്ചു വന്ന് വസ്ത്രം അണിഞ്ഞിട്ട് വിരിപ്പിൽ കാല് നീട്ടിക്കിടന്ന ഫാത്തിമ ബീവി 6 മാസത്തിന് ശേഷം, വഫാത്തിന് ശേഷം, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം 6 മാസം മാത്രം ജീവിച്ച ഫാത്തിമ ബീവി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ കിടന്ന കിടത്തത്തിൽ തന്റെ പ്രിയപ്പെട്ട പിതാവിലേക്ക് യാത്ര പോയി, ആഖിറത്തിലേക്ക് യാത്ര പോയി. വഫാത്തിന് വേണ്ടി വെള്ളം ചൂടാക്കി വെച്ച്, കുളിക്കാൻ ഏർപ്പാടാക്കി വെച്ച്, വിരിപ്പ് വിരിച്ചു വെച്ച്, വിരിച്ച വിരിപ്പിൽ കാല് നീട്ടിവെച്ച് തന്റെ അന്ത്യത്തിന് ഒരുങ്ങിക്കിടക്കുന്ന ഫാത്തിമ, എന്തോ ഒരു മനോഹരമായ തുടക്കമാണ്. എന്തൊരു തുടക്കമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തൊരൊടുക്കമാണ് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഫാത്തിമയുടെ പേരിലേക്ക് ചെല്ലുന്നില്ല ഓരോ തവണയും സ്വലാത്ത്? നിങ്ങൾ ഇന്നും അത്തഹിയാത്തിൽ ചൊല്ലിയില്ലേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ. മുഹമ്മദിനെയും അവിടുത്തെ കുടുംബത്തിന്റെയും മേൽ സ്വലാത്ത്. ആ കുടുംബത്തിൽ ഒന്നാമത്തെ വ്യക്തി ഹസ്രത്ത് ഫാത്തിമത്തു സഹ്റ ബത്തൂൽ ബിന്തുർ റസൂൽ ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു തആല അൻഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ആയിഷ ബീവിയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഒരു സത്യനിഷേധിയായ ആള് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയേണ്ടതിന് പകരം ചൊല്ലി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മരണം, നിങ്ങൾക്ക് നാശം.
ഇത്ര വലിയ എതിർപ്പുകളെയും ഇത്ര വലിയ പ്രതിസന്ധികളെയും ഇത്ര വലിയ ആക്ഷേപങ്ങളെയും ഇത്ര വലിയ ഭത്സനങ്ങളെയും നേരിടുന്നതിനുള്ള ഒരു ആത്മശക്തി ഉണ്ടല്ലോ മനോദാർഢ്യത്തിൽ കാലം പോലെ. ഇന്ന് ബുസീരി ഇമാം പറഞ്ഞ പോലെ നേരിട്ട് മുഖത്ത് നോക്കിയിട്ട് പറയാണ് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് ശാപം, നിങ്ങൾക്ക് മരണം. ഉടൻ തന്നെ നബി തിരുമേനിയുടെ സഹധർമ്മിണിയായി അവിടെ ഉണ്ടായിരുന്ന ആയിഷ ബീവി അല്പം കയർത്ത് സംസാരിച്ച് ഇയാളോട്, അല്പം മര്യാദ വേണ്ടേ, എന്ത് എതിർപ്പുണ്ടെങ്കിലും ഒരാളെ മുമ്പിൽ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന അറബി പദത്തിന്റെ വാക്കുകൾ തിരിച്ചു മറിച്ചിട്ട് അസ്സലാമു അലൈക്കും. പക്ഷേ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞ ആളോട് കയർക്കുന്നതിന് പകരം ആയിഷ ബീവിയോട് പറയുകയാണ്, ആയിഷ മൃദുലതയാണ് നല്ലത്, ആയിഷ സ്വഭാവത്തിൽ നൈർമല്യമാണ് നല്ലത്, ആയിഷ അല്ലാഹുവിന് ഇഷ്ടം നിന്റെ കോപമല്ല, ആയിഷ അല്ലാഹുവിന് ഇഷ്ടം നിന്റെ മൃദുലതയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിസ്മ തസക്കാ റൂഹ മുസവ്വർ ഖൽബ തജല്ലാ നൂർ മുസത്തർ ഹുസ്ൻ സറാപാ ഖൈർ മുജസ്സം സല്ലല്ലാഹു അലൈഹി വസല്ലം. തീനത് ജിസ്കി സബ്സെ മുതഹർ ബഅസത് ജിസ്കെ സബ്സെ മുഅഖർ ഖൽഖത് ജിസ്കെ സബ്സെ മുഖദ്ദം സല്ലല്ലാഹു വസല്ലം. സംസ്കരിക്കപ്പെട്ട ശരീരമാണ്, ചിത്രീകരിക്കപ്പെട്ട ആത്മാവാണ്, ജ്വലിച്ചു നിൽക്കുന്ന ഹൃദയമാണ്, പ്രകാശിച്ചു നിൽക്കുന്ന ഗോപുരമാണ്, അടിമുടി സൗന്ദര്യമാണ്, ശരീരരൂപം പൂണ്ട നന്മയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. തീനത്ത് ജിസ്കെ സബ്സെ മുതഹർ, അവിടുത്തെ സൃഷ്ടിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടതുണ്ടല്ലോ അതേറ്റവും ശുദ്ധം. ബഅസത്ത് ജിസ്കെ സബ്സെ മുഅഖർ ഖൽഖത്ത് ജിസ്കെ സബ്സെ മുഖദ്ദം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുസൈൻ എന്ന യഹൂദ പണ്ഡിതൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുഖം ദർശിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ, ഇത്ര പ്രശോഭിതമായ ഒരു മുഖം ദൈവദൂതനല്ലാതെ മറ്റൊരാൾക്ക് എങ്ങനെ ഉണ്ടാകാനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പുണ്യത്തിനു മുമ്പിൽ ഖാതിമെ അംബിയാ നായിബ കിബ്രിയാ റസൂലുള്ളാഹ് ന ഹുവാ ഹൈ ന ഹോഗാ ആലം മേ ആപ് സാ കോയി യാ റസൂലുള്ളാഹ്. 14 രാവുള്ള ഒരു ദിവസം യമനി ചുവന്ന പുതപ്പും ധരിച്ചുകൊണ്ട് പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരുഭൂമിയിലൂടെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ, അല്ലാഹുവാണ് സത്യം, എൻ്റെ ആത്മാവ് ഏതൊരു അല്ലാഹുവിന്റെ കരങ്ങളിലാണോ അവനെ തന്നെ സത്യം, ആ 14 രാവിന്റെ ചന്ദ്രനേക്കാൾ മനോഹാരിത ആ മുഖത്ത് ഞാൻ കണ്ടു എന്ന് സമ്രത്ത് ഇബ്നു ജുന്ദബ് റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇമാം ബൂസീരി ഇത് അവസാനിപ്പിക്കുകയാണ്. നമ്മളും ഈ പരിപാടി ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്